Continue yesterday's class. Today we are going to discuss the various levels of teaching and also the characteristics of learners. These are the two important areas that we are going to cover today. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന areas levels of teaching ആണെന്ന്. Second, characteristics of learners. ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. Definition of teaching, nature of teaching, then various elements of teaching, etc. etc. The levels of teaching. നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സും അല്ലേ, ബ്ലൂംസ് ടാക്സോണമി ഒക്കെ ഇന്നലെ നമ്മൾ പഠിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പല ലെവൽസ് പറയുമ്പോൾ ഈ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞു. There are three important levels of teaching. First is memory level teaching, understanding level of teaching, reflective level of teaching. Reflective level or reflection level. Okay. What is memory based level? Memory level teaching. That is the lowest level of teaching. Basic level of teaching. That is the memory level. Then a higher level is understanding level of teaching. So here the mental development is higher. Whereas in memory level teaching, the thinking process will be very minimum. Thinking വളരെ കുറച്ച് മതി. ഇവിടെ മെമ്മറി ലെവൽ ടീച്ചിങ്ങിന്റെ പ്രത്യേകത ഓർമ്മിച്ച് പറയുക, അതാണ് അവിടുത്തെ പ്രത്യേകത. എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് പറയുക. പഠിക്കേണ്ട പോയിന്റ്സ് എല്ലാം ടീച്ചർ പറഞ്ഞു തരും, ബാക്കി പുസ്തകത്തിലുണ്ട്. അപ്പൊ പുസ്തകത്തിലുള്ളതും ടീച്ചർ പറഞ്ഞു തന്നതുമായ എല്ലാ പോയിന്റ്സും ബൈഹാർട്ട് ചെയ്യുന്നു, എന്നിട്ടത് ഓർമ്മിച്ച് റിക്കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഓർമ്മിച്ച് പറയുന്നു. ഇതാണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിന്റെ പ്രത്യേകത. അവിടെ തിങ്കിങ്ങിന് വലിയ സ്ഥാനമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഉത്തരം നൽകുവാൻ കുട്ടിക്ക് അറിയില്ല. ഓക്കെ, എന്നാൽ അതിന്റെ ഹയർ ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. സോ ഇവിടെ കുറെ തിങ്കിങ് ആവശ്യമാണ്. സം സോർട്ട് ഓഫ് തിങ്കിങ് ഈസ് നെസസറി ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, ബിക്കോസ് ഹിയർ വി നീഡ് ടു differentiate concepts. We need to establish the relationship of the concept. We need to develop the capability of defining a particular concept, giving examples of the concept, classify the concept, arrange the concept. നമ്മൾ പഠിക്കേണ്ട ആശയങ്ങളെ അറേഞ്ച് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഇല്ലസ്ട്രേറ്റ് ചെയ്യാനും ഒക്കെ, അതിന്റെ കാരണങ്ങൾ പറയാനും കൂടുതൽ ഉദാഹരണങ്ങൾ നൽകാനും ഒക്കെ കഴിയുന്ന അവസ്ഥയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അതിന് കുറച്ചുകൂടെ മെന്റൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടെ വേണം. വൈ ഇറ്റ് ഈസ് സോ എന്ന് പറയുമ്പോൾ വാട്ട്, വിച്ച്, വെൻ, വേർ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരങ്ങളെല്ലാം മെമ്മറി ലെവലാണ്. എപ്പോൾ ഒരു കാര്യം എപ്പോൾ നടന്നു, എവിടെ നടന്നു എന്നൊക്കെ ചോദിക്കുന്നു. ആരാണ് അതിന്റെ പിന്നിലെ യഥാർത്ഥ നായകൻ എന്നൊക്കെ ചോദിക്കുന്നതെല്ലാം മെമ്മറി ലെവൽ, ഓർമ്മിച്ച ഉത്തരം പറയും. പക്ഷെ വൈ ഇറ്റ് ഈസ്, വൈ, ഹൗ, എങ്ങനെയാണ്, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കണം, കാരണം നൽകണം. ഇതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് reflective level. That is the highest level of teaching. Highest level of teaching. The highest level ആണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ ആണ്. നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ലെവലിലേക്ക് അത് എത്തിച്ചേരും. With self-awareness, with absolute self-awareness, the teacher is presenting the subject matter, and thereby the students are getting absolute and very effective experiences. വളരെ ഇഫക്റ്റീവായുള്ള എക്സ്പീരിയൻസസ്. കാരണം അത്രയ്ക്ക്
സെൽഫ് അവയർനെസ്സോടുകൂടിയാണ് ടീച്ചർ ക്ലാസ്സിൽ ഈ സ്ട്രാറ്റജികളും ഒക്കെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിന്റെ ഒരു ഹയസ്റ്റ് ലെവലാണ്. ഏറ്റവും ബേസ് ലെവലാണ് മെമ്മറി ലെവൽ, ഒരു മീഡിയം ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, അതിനേക്കാൾ ടോപ്പ് ലെവലിലുള്ളതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിനെ നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ എന്നും വിളിക്കും. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് ഒരു പിരമിഡ് പോലെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ ബേസ് ആണ് മെമ്മറി ലെവൽ. ലീസ്റ്റ് തോട്ട്ഫുൾ എന്നാണ് ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ. അതായത് ഒരുപാട് അങ്ങ് കിഴിഞ്ഞ് ചിന്തിച്ച് വിശകലനം ചെയ്യാനോ അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. ഇവിടെ ഇന്റർപ്രറ്റിംഗ് ഒന്നും ഇല്ല. നേരെ കണ്ട് മനസ്സിലാക്കുക. ഒരു ഫിഗർ ആണെങ്കിൽ ആ ഫിഗർ ഓർത്തിരിക്കുക എന്നൊക്കെ ഉള്ളൂ. അല്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊന്നും അവിടെ ചിന്തിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല മെമ്മറി ലെവലിൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ലേണിംഗ് വിൽ കം ഇൻ ടു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു കുട്ടി ഇരുന്ന് ചിന്തിക്കുന്നെങ്കിൽ, അതിന്റെ ഉത്തരം കണ്ടെത്തുന്നെങ്കിൽ ആ കുട്ടി മെമ്മറി ലെവലിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു മെമ്മറി ലെവൽ ഓഫ് ലേണിംഗിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ചുകൂടെ തോട്ട്സ് ഉണ്ടാവണം. തോട്ട്ഫുൾ, ഇറ്റ് ഈസ് മോർ തോട്ട്ഫുൾ. ചിന്തിക്കണം, കൂടുതലായിട്ട് ചിന്തിക്കണം. ചിന്തിച്ചാണ് ഇതിനെ രൂപപ്പെടുത്തേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ചിന്തിച്ച് അത് തിരിച്ചും മറിച്ചും അത് ഞാൻ ചോദിക്കുമ്പോൾ അത് പറയാനും ഒക്കെ സ്വന്തമായിട്ട് എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു പരീക്ഷണം പോലെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഏത് ലെവലിലാണ് എത്തിയിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കോൾ എടുത്തോട്ടെ പ്ലീസ്. ഒരു അർജന്റ് കോൾ ആയതുകൊണ്ടാണ്. ഹലോ അച്ഛാ, ഞാൻ ഒരു ക്ലാസ്സിനകത്താ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ശരിയോ ഒക്കത്തില്ല അച്ഛാ. എനിക്ക് ഈ സാറ്റർഡേ ആണ് നമ്മുടെ ഒരു കൊച്ചന്റെ കല്യാണം. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഉറപ്പ്. അന്ന് ഞാൻ ഒരു കൊച്ചിനെ വിട്ടില്ലേ അങ്ങോട്ട്, നമ്മുടെ അമ്മാച്ചന്റെ കൊച്ചു. ഞാൻ ഇടയ്ക്കൊന്ന് ചെയ്യാം. ഞാൻ അച്ഛനെ എനിക്ക് കിട്ടാന്നായിരുന്നല്ലോ, ഞാനതും ചെയ്തു തരാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒന്ന് പരീക്ഷണം നടത്താൻ പോവുകയാണ്. നിങ്ങളുടെ ഉത്തരം ഈ ചാറ്റ് ബോക്സിലോട്ട് നിങ്ങൾ ഇട്ട് തന്നാൽ മതി. What do you mean by memory level teaching? What do you mean by memory level teaching? നിങ്ങളുടെ ഉത്തരം ചാറ്റ് ബോക്സിലോട്ട് ഇട്ടേക്കുക. Sir, അത് ക്ലിയർ ആയില്ലായിരുന്നു, കേട്ടില്ലായിരുന്നു. എന്താ സർ പറഞ്ഞില്ല? ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ മെമ്മറി ലെവൽ ടീച്ചിങ്? മെമ്മറി ലെവൽ ടീച്ചിങ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓക്കെ, സുജ പറഞ്ഞിരിക്കുന്നു ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദേവിക കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഓൺലി ബൈ ഹാർട്ടിങ് എന്ന് പറഞ്ഞു. രശ്മിയും പറഞ്ഞു ബൈ ഹാർട്ടിങ് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഉത്തരവുണ്ടോ? Lowest, Vidya Haridas, lowest level of teaching which is based on memory of the students. Lowest level of teaching which is based on memory of the students. Okay, ഇനി എന്തെങ്കിലും? ഇതില്ല? ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോ പറഞ്ഞത് ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അതേ വാക്കല്ലേ? ആ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ സ്റ്റുഡൻസ് ആർ സപ്പോസ്ഡ് ടു ലേൺ ഫ്രം ടീച്ചർ ആൻഡ് ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, അത്
നിങ്ങളുടെ സ്വന്തം ആശയമാണ്. അതുൽ എസ് കൃഷ്ണൻ ഒരല്പം കൂടെ സ്വന്തം ആശയം അതിനകത്ത് കൂട്ടിച്ചേർത്തു. ഡോക്ടർ ശാലിനി പറഞ്ഞു നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് കൺവേഡ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അമ്പിളി ടു കണക്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് എ സ്റ്റുഡൻറ്. ടു കണക്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് എ സ്റ്റുഡൻറ്. അത് കുറച്ചുകൂടെ അങ്ങ് മാറിപ്പോവുകയാണ് അങ്ങോട്ട്. പ്രീവിയസ് എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലായി പോയി. ഓക്കെ. ബേസ്ഡ് അപ്പോൺ ദ മെമ്മറി ഓഫ് ദ ടീച്ചർ അല്ല. അയ്യോ, ബേസ്ഡ് അപ്പോൺ ദ മെമ്മറി ഓഫ് ദ ടീച്ചർ അല്ല, മെമ്മറി ഓഫ് ദ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, അത് സാരമില്ല. ഓക്കെ, ഇതിപ്പം പറഞ്ഞല്ലോ, ബേസ്ഡ് അപ്പോൺ ദ മെമ്മറി ഓഫ് ദ സ്റ്റുഡന്റ് ആണ്. ടീച്ചറിന്റെ മെമ്മറിക്ക് അല്ല അവിടെ ഇമ്പോർട്ടൻസ്, സ്റ്റുഡൻസിന്റെ മെമ്മറിയാണ്. ഓക്കെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ചിലര് ഞാൻ പറഞ്ഞ അതേ സെന്റൻസ് റിപ്പീറ്റ് ചെയ്തു. ചിലര് where you make the student by heart things and not let them think. Memory level teaching ആണ്. Okay okay okay. Based on the understanding level of students. അതല്ലല്ലോ, അത് മെമ്മറി ലെവൽ അല്ലല്ലോ, അടുത്ത സ്റ്റേജ് ആണത്. നിമിഷ് അല്ലേ? നിമിഷ് പറഞ്ഞത് കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ പറഞ്ഞത് കുറച്ചുകൂടെ കറക്റ്റ് ആണ്. വേർ യു മേക്ക് ദ സ്റ്റുഡന്റ് ബൈ ഹാർട്ട് തിങ്സ് ആൻഡ് നോട്ട് ലെറ്റ് ദം തിങ്ക്. അത് കുറച്ചുകൂടെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞ ആശയങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണത് മെമ്മറി ലെവൽ. എന്നാൽ അതിൽ നിങ്ങൾ കുറച്ചുകൂടെ രൂപവും ഭാവവും ഒക്കെ കൊടുത്ത് ഒരു നിങ്ങളുടേതായ ഒരു ഉത്തരം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് എത്തുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ഞാൻ ഉദ്ദേശിച്ച ആശയം കൂടെ ചേർന്ന് വരുമ്പോഴേ അത് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ യു ആർ ആക്ച്വലി മൂവിങ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ബൈ തിങ്കിങ് മോർ. ഇപ്പൊ കൃഷ്ണപ്രിയ പറഞ്ഞ ആശയത്തെ മാത്രം ഞാൻ ഒന്ന് എടുക്കുകയാണ്. വേർ യു മേക്ക് ദ സ്റ്റുഡൻസ് ബൈ ഹാർട്ട് തിങ്സ് and not let them think. Thinking ability does not play any role. Okay okay, അശ്വതി അത് കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ് കേട്ടോ. തിങ്കിങ് എബിലിറ്റി വലിയ സ്ഥാനമില്ല. ഓക്കെ, എനി മേജർ റോൾ ഇല്ല. കുറച്ചൊക്കെ തിങ്കിങ് വേണം, ഒട്ടും ഇല്ലാതെ നമുക്ക് ഇതിൽ പറ്റില്ല. പക്ഷെ മിനിമം മതി. തിങ്കിങ് വിൽ ബി ലീസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയും. ലീസ്റ്റ് തോട്ട്ഫുൾ സ്റ്റേജ് ആണിത്. ഇവിടെ മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഡെവലപ്പ് ദ എബിലിറ്റി ടു മെമ്മറൈസ് ഫാക്ട്സ്, മെമ്മറൈസ് കോൺസെപ്റ്റ്സ്, മെമ്മറൈസ് ഐഡിയാസ്. മെമ്മറൈസിനാണ് പ്രാധാന്യം. ടീച്ചർ സെന്റേർഡ് ലേണിംഗ്. വെരി ഗുഡ്. രശ്മി പറഞ്ഞിരിക്കുന്നത് ടീച്ചർ സെന്റേർഡ് ലേണിംഗ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. And what has been presented by the teacher is learned by heart. Then by heart learning മാത്രം കൊണ്ട് കാര്യമില്ല. പക്ഷെ അത് students should have the ability to recall whenever demanded, whenever needed. The students should be able to recall ideas. Recall ചെയ്യാന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇനീഷ്യൽ സ്റ്റെപ്പ്. പക്ഷെ ബൈ ഹാർട്ട് ചെയ്തത് കൊണ്ട് മെമ്മറി ലെവലിൽ എത്തി എന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പറഞ്ഞ് തിരിച്ചൊന്ന് പറയാൻ പഠിച്ചു കഴിയുമ്പോൾ ബൈ ഹാർട്ട് ചെയ്യും. പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകാം. അത് കുറെ കൂടെ നാച്ചുറൽ ആക്കി എപ്പോഴും ഓർമ്മിക്കത്തക്ക തരത്തിൽ ആ ലെവലിലേക്ക് എത്തിക്കുമ്പോഴാണ് അത് മെമ്മറി ലെവൽ ടീച്ചിങ് എന്നും മെമ്മറി ലെവൽ ലേണിംഗ് എന്നും പറയുന്നു. In the memory level teaching, the teacher encourages the students to develop the ability to memorize facts and ideas. ആശയങ്ങളെയും വസ്തുതകളെയും കോൺസെപ്റ്റുകളെയും ഓർമ്മിച്ചു പറയാനുള്ള കഴിവ് വികസിപ്പിക്കുവാൻ ടീച്ചർ പ്രേരണ നൽകുന്ന അധ്യാപനത്തിനെയാണ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയോ എന്ന് ഞാനൊന്ന് പെട്ടെന്ന് അറിയട്ടെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ
memory level teaching and understanding level teaching. What is the difference between memory level teaching and understanding level teaching? ഒരു ഡിഫറൻസ് പറയാമോ? മെമ്മറി ലെവൽ ടീച്ചിങ്ങും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാമോ? ഒരാൾ ഒരു ഡിഫറൻസ് പറഞ്ഞു. ഓക്കെ, സമയം കളയണ്ട, പെട്ടെന്ന് പറഞ്ഞു. എന്തിയെ പറഞ്ഞവരെല്ലാം മനസ്സിനടുത്ത് പോയോ? കൃഷ്ണപ്രിയ ടൈപ്പ് ചെയ്യോ സർ? ഹലോ 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 സർ, ടൈപ്പ് ചെയ്യുമായിരുന്നു. ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ഓ, ശ്യാം ശങ്കർ ആണ് ആദ്യമായിട്ട് പറയുന്നത്. സ്റ്റുഡൻസ് ക്യാൻ ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻസ്. കൃഷ്ണപ്രിയ പറഞ്ഞത് സ്റ്റുഡന്റ് പ്ലേസ് എ റോൾ in the understanding level. Student plays a role, അല്ലേ? സ്റ്റുഡൻസിന് കൂടുതൽ റോൾ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റുഡന്റ് ക്യാൻ ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻസ് എന്നാണ് ശ്യാം ശങ്കർ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞത് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ there should be an effort from the part of the student. Okay, എഫേർട്ടിനേക്കാൾ തിങ്കിങ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കൃഷ്ണപ്രിയ ഹിയർ student understands the concept by thinking. അതെ, കൃഷ്ണപ്രിയ, വെരി ഗുഡ്. പക്ഷെ അത് ക്ലിയർ അല്ലെന്നേ ഉള്ളൂ. അപ്പോ ഓക്കെ സുജ പറ, മെമ്മറി ലെവൽ മിനിമം തിങ്കിങ് ഈസ് റിക്വയർഡ്, നെക്സ്റ്റിന് തിങ്കിങ് ഈസ് മോർ റിക്വയർഡ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഡോക്ടർ ശാലിനി, ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചർ ഓൺലി മേക്കിംഗ് ഹിം ഓർ ഹെർ to learn, not encouraging him or her to memorize, no thinking happening. In understanding level, teacher only making him learn, not encouraging him to memorize. No. Memorize ചെയ്യാൻ മാത്രമല്ല എന്നുള്ളതാണ്. മെമ്മറൈസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല. അണ്ടർസ്റ്റാൻഡിങ്ങിൽ മെമ്മറൈസിങ്ങും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹയർ ലെവലിലേക്ക് തിങ്കിങ്ങിലൂടെ ഹയർ ലെവലിലേക്ക് അത് കൊണ്ടുപോകാനും സാധിക്കും. ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ് ലക്ഷ്മി പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ച് ഡിഫറൻസ് പറഞ്ഞു. ഈ ഡിഫറൻസ് നിങ്ങൾ ക്ലിയർ ആയി പറഞ്ഞപ്പോൾ നിങ്ങൾ കുറെ ചിന്തിച്ചു എന്നുള്ളതാണ്. കാരണം ഞാനിവിടെ ഡിഫറൻസ് പറഞ്ഞൊന്നുമില്ലല്ലോ. പറഞ്ഞു ആ തോട്ടിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഓരോന്നും തമ്മിൽ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ആ കമ്പാരിസൺ നടത്തിയപ്പോൾ യു ആർ ആക്ച്വലി മൂവിങ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ലേണിംഗ്. നിങ്ങളുടെ ലേണിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് a particular concept. Suppose you are teaching a concept, democracy, political science പഠിപ്പിക്കുന്നവര്, ഇക്കണോമിക്സോ ഹിസ്റ്ററിയോ ഒക്കെ പഠിപ്പിക്കുന്നവര് ഡെമോക്രസി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡെമോക്രസിക്ക് ഡെഫിനിഷൻസ് ഒരുപാടുണ്ട്. ഈ ഇക്കണോമിക്സിൽ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ഒരു കോൺസെപ്റ്റിന്റെ നമ്മൾ ടീച്ചർ കൊടുത്ത ഒരു ഡെഫിനിഷൻ അത് ബൈഹാർട്ട് ചെയ്തിട്ട് ടീച്ചർ ഡിഫൈൻ ദ ടേം ഡെമോക്രസി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ പറഞ്ഞു കൊടുത്ത ഡെഫിനിഷൻ കുട്ടി മെമ്മറൈസ് ചെയ്ത് റീകോൾ ചെയ്ത് അതുപോലെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെമ്മറി ലെവൽ ടീച്ചിങ്, മെമ്മറി ലെവൽ ലേണിംഗ്. ഒരു ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്ത് അത് അതുപോലെ തിരിച്ചു പറയാൻ കഴിവുണ്ടാവുക.
memorizing a particular definition given by the teacher or taught by the teacher. Teacher പഠിപ്പിച്ച ഒരു ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പിന്നീട് മെമ്മറൈസ് ചെയ്യുവാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെമ്മറി ലെവൽ ലേണിംഗ് എന്ന് പറയും. എന്നാൽ ടീച്ചർ പല ഡെഫിനിഷൻസ് പറഞ്ഞു കൊടുത്തിട്ട് ഈ ഡെഫിനിഷനുകളിൽ എല്ലാം ഉള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്ത് പുതിയ ഒരു ഡെഫിനിഷൻ രൂപപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ, അമ്പിളി ഇപ്പൊ പറഞ്ഞ ഒരു അതുമായിട്ട് ബന്ധമുണ്ട്. സ്റ്റുഡന്റ് ഫൈൻഡിങ് എ മീനിങ് ഫോർ ദ കോൺസെപ്റ്റ് ബൈ ഹിസ് ഓൺ തോട്ട്സ് എന്ന് പറയാം. കറക്റ്റ് ആണ് അമ്പിളി? ഓക്കെ, അൺനോൺ ടു നോൺ. ഓക്കെ, അൺനോൺ ടു നോൺ അല്ല, നോൺ ടു അൺനോൺ എന്നാണ് പറയുന്നത് കേട്ടോ. തിരിച്ചാണ്. നമ്മൾ ഒരിക്കലും അൺനോൺ ടു നോൺ എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ ടീച്ചിങ്ങിൽ പറയുന്നില്ല. ടീച്ചിങ് ഷുഡ് ബി ഫ്രം ദ നോൺ ടു ദ അൺനോൺ എന്നേ പറയുള്ളൂ കേട്ടോ. അറിയാവുന്നതിൽ നിന്നാണ് അറിയാൻ വയ്യാത്തതിലേക്ക് പോകുന്നത്, അല്ല അറിയാൻ വയ്യാത്തതിൽ തുടങ്ങിയിട്ട് അറിയാവുന്നതിലേക്ക് ഒരു തിരിഞ്ഞു പോയി. ഓക്കെ ഓക്കെ, സാരമില്ല കേട്ടോ. ഓക്കെ, അത്രയും പറഞ്ഞല്ലോ, അത് ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കതൊന്ന് പറഞ്ഞ് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയല്ലോ. എനിക്ക് എൻ്റെ ഒരു മെമ്മറി കറക്റ്റ് ആകണ്ടേ. ഓക്കെ ഓക്കെ, അപ്പം ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണെങ്കിൽ the student should be able to define a particular concept in his own words, by combining the various factors which are common to all the definitions. ഒരു 4, 5, 6 ഡെഫിനിഷൻസ് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും ഈ പറഞ്ഞ പർട്ടിക്കുലർ കോൺസെപ്റ്റിന്റെ വിവിധ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ്. എങ്കിൽ ആ പ്രത്യേകതകളെല്ലാം കൂടെ ചേർത്ത് കുട്ടി സ്വന്തമായിട്ട് ഒരു ഡെഫിനിഷൻ പറയത്തക്ക ലെവലിൽ 5 പഠിപ്പിച്ചു. 5 പ്രത്യേകതകൾ പറയാൻ കഴിയുമ്പോൾ അത് ബേസ്ഡ് ആണ്. അഡീഷണൽ ആയിട്ട് 2 പ്രത്യേകതകൾ കൂടെ ഈ 5 എണ്ണം പഠിച്ചത് കൊണ്ട് സമാനമായ 2 എണ്ണം കൂടെ കണ്ടുപിടിച്ച് പറയാൻ കഴിയുന്നെങ്കിൽ, അല്ലെ ചിന്തിച്ചുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നെങ്കിൽ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ അനുഭവങ്ങൾ ആക്കി ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ചെറിയ വ്യത്യാസം പറ്റിയോ? ഇടയ്ക്ക് ഒരു നെറ്റ് പോയി കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കിട്ടിയല്ലോ, കറക്റ്റ് ആണല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ ഓക്കെ, മതി. കാരണം നിങ്ങൾ എനിക്ക് മതി മനസ്സിലായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ 3 ലെവൽ. ക്ലിയർ ആയി കാണും, മെമ്മറി ലെവൽ. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. 3 ലെവൽസ്. ഇൻസ്പയറിംഗ് ടീച്ചേഴ്സ് ടീച്ച് ദെയർ സ്റ്റുഡൻസ് അറ്റ് 3 ലെവൽസ്. അപ്പൊ ഈ 3 ലെവലിലും നമ്മൾ ക്ലാസ് എടുക്കണം, പഠിപ്പിക്കണം കേട്ടോ. ചില കാര്യങ്ങൾ മെമ്മറി ലെവലിൽ മാത്രം നിൽക്കും, ചിലത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലൂടെ എത്തിക്കും, ചില കാര്യങ്ങളെ റിഫ്ലക്റ്റീവ് ലെവലിലും എത്തിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ട്രയാങ്കിൾ പോലെ കാണിച്ചത്. നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും
റിഫ്ലക്റ്റീവ് ലെവലിൽ എത്തുകയില്ല. ഓർത്തിരുന്നോണം കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു 20% കാര്യങ്ങളാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ എത്തേണ്ടത്. അത് ഏകദേശം പറഞ്ഞാണല്ല, 20 കൃത്യമായിട്ടൊന്നും അല്ല. ചിലതിന് ഇച്ചിരി കൂടുതൽ കാണും, ചിലതിന് ഇപ്പൊ 10% കാണുള്ളൂ, ചിലതിന് 30% കാണും. അതിന്റെ ആ ടോപ്പിക്കിന്റെ നേച്ചറും ജീവിതത്തിലുള്ള പ്രാധാന്യവും അതിന്റെ ആ വാല്യൂവും അതിന്റെ ആ സിഗ്നിഫിക്കൻസും ഒക്കെ ചേർത്താണ് നമ്മളത് തീരുമാനിക്കുന്നത്. ഒരു ക്ലാസ്സിലെ എത്ര ആശയങ്ങളെ റിഫ്ലക്റ്റീവ് ലെവലിൽ എത്തിക്കണം എന്നൊക്കെയും നമുക്ക് സിലബസും കരിക്കുലും ഒക്കെ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോ അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലെവലില് ഒരു 30 to 40% ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നത്. ഒരു 50% മെമ്മറി ലെവലിലാണ് ക്ലാസ് വരുന്നത്. 50% മെമ്മറി ലെവലിലാണ്. ഒരു 30 to 40% അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരും. 10 to 20 or 25% ആണ് റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വന്നിരിക്കും. അപ്പൊ ഏത് കാര്യം മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക, അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക, ഓർത്തിരിക്കാൻ ചില ക്ലൂ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. ചില നോൺ ഐറ്റവുമായിട്ട്, ഇവിടെ പറഞ്ഞല്ലോ മുമ്പേ, നോൺ ഐറ്റവുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഓർത്തിരിക്കാനുള്ള ടെക്നിക്സ്. അങ്ങനെ ഓർത്തിരിക്കാൻ നിമോണിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് അത് മെമ്മറി ലെവലിൽ എത്തുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല കോൺസെപ്റ്റുമായിട്ടുള്ള താരതമ്യം, കമ്പയർ ചെയ്യണം, വ്യത്യാസം പറയണം, വിശദീകരണം കൊടുക്കണം, നിർവചനങ്ങൾ കൊടുക്കണം, കൂടുതൽ നിർവചനങ്ങൾ പരിചയപ്പെടുത്തണം, കാരണങ്ങൾ പറഞ്ഞു കൊടുക്കണം, കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പോകുമ്പോഴാണത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പറയുന്നത്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷൻ ലെവലും അതിന്റെ ഹയർ ആയിട്ടുള്ള ലെവലാണ്. നല്ല ചിന്ത ആവശ്യം. അപ്പർ തോട്ട്ഫുൾ ലെവൽ എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റാ കൊഗ്നിറ്റീവ് ലെവൽ, അല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പേര് വരുന്നത്. അപ്പൊ ഇത് ടീച്ചർ വളരെ സെൽഫ് അവെയർ ആയിട്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി എനിക്ക് ക്ലിയർ ആണ്, ഞാൻ വളരെ അവെയർ ആണ്, അങ്ങനെ കുട്ടിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യത്തക്ക തരത്തിലുള്ള സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. മെമ്മറി ലെവൽ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ബേസ് ലെവൽ ഓഫ് ടീച്ചിങ്. മെമ്മറി ലെവൽ അൺനോൺ ടു നോൺ അല്ലേ എന്ന് പറഞ്ഞാല്, അത് നമ്മൾ അൺനോൺ ടു നോൺ എന്ന് പറയുന്നത് ഒരു മാക്സിമാണ്. ടീച്ചിങ്ങിലെ ഒരു മാക്സിം എന്ന് പറഞ്ഞാല് ടീച്ചിങ് ഷുഡ് പ്രൊസീഡ് ഫ്രം ദ നോൺ ടു ദ അൺനോൺ. അൺനോൺ ടു നോൺ അല്ല മോളെ, ലക്ഷ്മി പിന്നെയും അത് തിരിഞ്ഞു പോവുകയാണ്. അൺനോൺ ടു നോൺ അല്ല, ഫ്രം ദ നോൺ ടു ദ അൺനോൺ. അതായത് അത് ടീച്ചിങ്ങിലെ ഒരു മാക്സിമം എന്നേ ഉള്ളൂ. അത് മെമ്മറി ലെവലെന്നോ അണ്ടർസ്റ്റാൻഡിങ് ലെവലെന്നോ നമുക്ക് ചിലപ്പം ഈ അൺനോണിൽ തുടങ്ങിയിട്ട് നോണിലേക്ക് വരുന്നത് ഒരു ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് പോകാം. അങ്ങനെ പോകുന്നില്ല എങ്കിൽ മെമ്മറിയിൽ തന്നെ നിൽക്കുകയുള്ളൂ. സാധാരണ കേസിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു കാര്യം അൺനോൺ ഐറ്റം ആണ്. അങ്ങനെ ആ അൺനോൺ ഐറ്റം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ഷുഡ് ബിഗിൻ ഫ്രം ദ നോൺ ഐറ്റം. കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം അതിൽ തുടങ്ങണമെന്നാണ്. ഇന്നലെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നല്ലോ. സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ നോൺ ഐറ്റംസ് ആണ് ഫസ്റ്റ് വേൾഡ് വാറും ലീഗ് ഓഫ് നേഷൻസും നോൺ ഐറ്റമാണ്. സോ നമ്മൾ we begin from the known items. First World War, its significances, in its serious consequences, then formation of League of Nations, and how League of Nations failed in settling international peace and security. And that's why there arose another major world war, that is what is called Second World War. So today we are going to learn the various nature, causes and consequences of Second World War. The Second World War is unknown to the students.
Whereas the First World War and League of Nations are known to them because they have already learned it. പഠിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് വേൾഡ് വാറും ലീഗ് ഓഫ് നേഷൻസും പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ് സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുന്നത്. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ അവിടെ അൺനോൺ ആണ്. ഫസ്റ്റ് വേൾഡ് വാറും ലീഗ് ഓഫ് നേഷൻസും പിന്നെ നോൺ ഐറ്റംസ് ആണ്. സോ ടീച്ചർ ബിഗിൻ ഫ്രം ദ നോൺ ടു ദ അൺനോൺ. ഇങ്ങനെയാണ് അത് ടീച്ചിങ്ങിലെ ഒരു മാക്സിമാണ്. അതിന് നമുക്ക് മെമ്മറി ലെവലുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഏതൊരു തരത്തിലുള്ള മെമ്മറി ലെവലായാലും അണ്ടർസ്റ്റാൻഡിങ് ലെവലായാലും റിഫ്ലക്റ്റീവ് ലെവലിലായാലും ഈ നോൺ ടു അൺനോൺ എന്ന് പറയുന്നത് നമ്മൾ ടീച്ചറൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെ. ഫ്രം ദ സിമ്പിൾ ടു ദ കോംപ്ലെക്സ്, ഫ്രം ദ കോൺക്രീറ്റ് ടു ദ അബ്സ്ട്രാക്ട്, ഫ്രം ദ നിയറർ ടു ദ ഡിസ്റ്റൻസ്. ദൂരെയുള്ള കാര്യം പറയുമ്പോൾ അടുത്തുള്ളത് വെച്ച് പറയണം. പിന്നെ ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് പോളിസി, ചേരിചേരാ നയം, ഇന്ത്യയുടെ ഫോറിൻ പോളിസി നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം കുട്ടിയോട് ചോദിക്കുന്നത് നമ്മുടെ നെയ്ബർഹുഡുമായിട്ടുള്ള വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് യു വിത്ത് യുവർ നെയ്ബേഴ്സ്. നിങ്ങളുടെ നെയ്ബേഴ്സുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബന്ധം? നല്ല അടുപ്പമാണോ? അവര് നിങ്ങളുടെ മതവും നിങ്ങളുടെ ജാതിയും ഒക്കെ ആണെങ്കിലാണോ നമ്മൾ അവരോട് ഇടപെടുന്നത്? അതല്ലാത്തവരോട് നിങ്ങൾ ഇടപെടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ അങ്ങനെ ജാതി മതമൊന്നും നോക്കിയല്ല, ഞങ്ങൾ എല്ലാ നമ്മുടെ നെയ്ബേഴ്സിനോടും ഞങ്ങൾ ഒരേപോലെ സ്നേഹത്തോടെ ഇടപെടുന്നു. എങ്കിൽ നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന ഒരു നയവും ഇതുപോലെയാണ്. ഒരു ചേരിയിലും നിൽക്കാതെ ഒരു ചേരാ നയമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടിയുടെ അയൽവക്ക ബന്ധവുമായിട്ട് ചേർത്തുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ അതവന് നോൺ ഐറ്റമാണ്, അതവന്റെ നിയറർ ആണ്, അടുത്തുള്ള കാര്യമാണ്. നോൺ ഐറ്റമാണ്, ഈസി ടു ഡിഫിക്കൽട്ട്. ഈസി ആണത്, സിമ്പിൾ ആണ്, നിയറർ ആണ്, അടുത്തുള്ളതാണ്. അടുത്തുള്ളത് പറഞ്ഞിട്ട് അതിൽ നിന്നാണ് അകലെയുള്ളതിലേക്ക് പോകുന്നത്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ്. സർ, ഞാൻ അത് ചോദിക്കാൻ കാരണം നമ്മൾ ടീച്ചേഴ്സ് സെന്റേർഡും ചൈൽഡ് സെന്റേർഡും രണ്ട് പറയില്ലേ? അന്നേരം നമ്മുടെ പഴയ കരിക്കുലവും ഇപ്പോഴുള്ള കരിക്കുലവും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ ടീച്ചേഴ്സ് സെന്റേർഡ് ടീച്ചർ ഓറിയന്റഡ് ലേണിംഗ് ആകുമ്പോൾ നമ്മൾ പിന്നെ അൺനോൺ ടു നോൺ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ ഡൗട്ട് ചോദിച്ചതേ. ഇല്ല മോളെ, ഒരിടത്തും അൺനോൺ ടു നോൺ പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. പറയുന്നെങ്കിൽ അത് തെറ്റി പറഞ്ഞതാണ്. ഒരിടത്ത് പോലും അൺനോൺ ടു നോൺ പറയില്ല. അത് പിന്നെ സൈക്കോളജിക്കലി റോങ് ആണ്. സൈക്കോളജിക്കലി റോങ് ആണ്. കാരണം അൺനോൺ പറഞ്ഞിട്ട് പിന്നെ നോണിലേക്ക് വരിക അല്ല ചെയ്യേണ്ടത്. നോൺ ഒന്ന് മെമ്മറൈസ് ചെയ്യാണ്, അതായത് പൊടി തട്ടി എടുക്കുകയാണ്. നോൺ ഐറ്റം പഠിച്ചത് ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് അതിനെ ചേർത്താണ് അൺനോൺ കൊടുക്കുന്നത്. ഫ്രം ദ നോൺ ടു ദ അൺനോൺ നമ്മൾ പറയത്തുള്ളൂ. അൺനോൺ ടു ദ നോൺ എന്ന് പറയില്ല. അറിയാവുന്നതിലേക്ക് പോകാൻ അറിയാൻ വയ്യാത്തത് പറഞ്ഞിട്ട് അറിയാവുന്നതിലേക്ക് പോകുക എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കലി റോങ് ആണ്. അമ്പിളിയാണ് കറക്റ്റ്. നോൺ ടു അൺനോൺ, അമ്പിളിയാണ് കറക്റ്റ്. നമ്മള് പിന്നെ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടീച്ചർ സെന്റേർഡ് ലേണിംഗ് ആൻഡ് ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് പറഞ്ഞപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ട് തന്നത് ഇതായിരുന്നു, അൺനോൺ ടു നോണും നോൺ ടു അൺനോൺ. അതുപോലെ സിമ്പിൾ ടു കോംപ്ലക്സ്, കോംപ്ലക്സ് ടു സിമ്പിൾ, അങ്ങനെ പോയിന്റ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡൗട്ട് ചോദിച്ചത്. അതെനിക്കൊരു പുതിയ അറിവാണ്. അങ്ങനെ ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ പറഞ്ഞു തന്നതെന്ന് ഞാൻ ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. എന്തായാലും ടീച്ചർ സെന്റേർഡിനെ നമ്മള് ഒരിക്കലും അൺനോൺ ടു നോണും, ലേണർ സെന്റേർഡ് ആണെങ്കിൽ അത് നോൺ ടു അൺനോൺ ഒന്നും പറയില്ല മോളെ. അത് ക്ലിയർ ആക്കി മനസ്സിലാക്കിയാൽ മതി. ഇപ്പം മനസ്സിലാക്കിക്കോ. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പൊ പഠിപ്പിക്കുന്നത് ഇപ്പം നിങ്ങളോട് ഇങ്ങനെ ചോദിച്ച് ഇന്ററാക്ട് ചെയ്യാതിരുന്നാൽ ടീച്ചർ സെന്റേർഡ് ആയിട്ട് തന്നെ അത് മാറും. പക്ഷെ ഞാനിപ്പോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിക്കുകയും നിങ്ങളെ കൊണ്ട് ഞാൻ ഉത്തരം പറയിക്കുകയും ചെയ്യുന്നത് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ചോദിക്കുന്നില്ല എങ്കിൽ ടീച്ചർ സെന്റേർഡ് ആണ്. അപ്പോഴും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടല്ലേ അറിയാൻ വയ്യാത്തതിലേക്ക് ഞാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ടീച്ചർ സെന്റേർഡ് ആയാലും ലേണർ സെന്റേർഡ് ആയാലും
ഫ്രം ദ നോൺ ടു ദ അൺനോൺ എന്നുള്ളത് കറക്റ്റ് ആണ്. അത് മാക്സിം എന്ന് പറയും കേട്ടോ. മാക്സിം എന്ന് പറഞ്ഞാൽ അത് ടീച്ചിങ്ങിനെ ആയാലും ലേണിങ്ങിന്റെ ആയാലും ഒരു കുട്ടി പഠിക്കാനിരുന്നാലും അങ്ങനെ തന്നെ പഠിക്കണം. അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തിട്ടാണ് അറിയാൻ വയ്യാത്തതിലേക്ക് പോകേണ്ടത്. ചില പുസ്തകങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ we have so far learned in chapter 3 and chapter 1 we have already learned. നിങ്ങൾ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ആദ്യ ഭാഗത്തൊക്കെ നിങ്ങൾ ഇന്ന ചാപ്റ്റേഴ്സിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചു, അതെല്ലാം ഒന്ന് ഓർമ്മിക്കണമെന്നുള്ള ഒരു സൂചന തന്നിട്ടാണ് നമ്മളോട് ഈ പുതിയ ചാപ്റ്ററിലെ ഈ കാര്യങ്ങൾ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ എന്നൊക്കെ പറയുന്നത്. ആ സ്റ്റൈൽ എന്ന് പറയുന്ന അവിടെ എന്താണ്? നോൺ ടു ദ അൺനോൺ ആണ്. കാരണം നിങ്ങൾ ഇന്ന ചാപ്റ്റേഴ്സിൽ ഇന്ന കാര്യങ്ങൾ പഠിച്ചല്ലോ, അപ്പൊ അത് ഉപയോഗിച്ച് അതിൽ കൂടുതൽ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിപ്പം മനസ്സിൽ ഓർത്തിരിക്കുന്നില്ല എങ്കിൽ യു ഗോ ആൻഡ് ലേൺ വൺസ് അഗെയിൻ chapter 3 and chapter 1, then proceed to chapter 6. ഈ ചാപ്റ്റർ 6 പഠിക്കണമെങ്കിൽ ചാപ്റ്റർ 1ലെയും 3ലെയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അത് നോൺ ഐറ്റം ആണ്. എന്നിട്ടാണ് ഇവിടെ ഈ അൺനോൺ ഐറ്റം പഠിക്കാൻ തുനിയേണ്ടത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇഗ്നോയുടെ മെറ്റീരിയൽ സ്വന്തമായിട്ട് പഠിക്കുകയാണ്. അത് ലേണർ സെന്റേർഡ് ആണ്. ഈ ലേണർ സെന്റേർഡ് ആണെങ്കിലും നോൺ ടു അൺനോൺ ആണ്. ഒരു ടീച്ചർ സെന്റേർഡ് ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിലും ആ ടീച്ചർ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് the teaching should be from the known to the unknown. മനസ്സിലായല്ലോ? So irrespective of whether it is teacher centered or learner centered, this maxim should be remembered. അത് കറക്റ്റ് ആണ് കേട്ടോ. അതാ തിരിച്ചല്ല എന്നുള്ളത് പ്രത്യേകം ഒന്ന് കറക്റ്റ് ചെയ്ത് ഓർത്തിരുന്നോണം കേട്ടോ. So teaching at memory level is considered to be the lowest level of teaching. ഞാൻ നേരത്തെ പറഞ്ഞാണ്. No deep thinking is needed by the learners in this level. അതൊന്ന് ഓർത്തിരുന്നോ. Okay. At this level, the thinking ability does not play any role. Students only cram the facts, information, formula and laws that are taught to them. അവരെ ഓർത്തിരിക്കുക മാത്രം ചെയ്യുന്നു. Teaching is nothing but learning the subject matter by rote. റോട്ട് മെമ്മറി ആണ്. അതിനോട് തിരിച്ചു ചോദിച്ചാൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. The role of the teacher is prominent and that of the student is secondary. ഈ മെമ്മറി ലെവലിൽ ടീച്ചറിനാണ് കൂടുതൽ റോൾ. അതിനെ പ്യുവർലി ടീച്ചർ സെന്റേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ടീച്ചർ പ്ലേസ് ദ പ്രോമിനന്റ് റോൾ കേട്ടോ. സ്റ്റുഡന്റിന് അതിൽ സെക്കൻഡറി ആയിരിക്കും. The study material is organized and pre-planned. സ്റ്റഡി മെറ്റീരിയൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മെയിൻ പോയിന്റ്സ് എല്ലാം പ്ലാൻഡ് ആണ്. അത് പറഞ്ഞു കൊടുക്കുക മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റുഡൻസിന് അഡീഷണൽ പോയിന്റ്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥയും ഒരു ആവശ്യകതയും ഈ മെമ്മറി ലെവൽ ടീച്ചിങ്ങിൽ വരുന്നില്ല. The teacher presents the study material in a sequential order. So memory can be strengthened by using mnemonics. Mnemonics ഉപയോഗിച്ച് മെമ്മറി സ്ട്രെങ്തൻ ചെയ്യാനേ പറ്റുന്നുള്ളൂ ഇവിടെ. അത് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുമ്പോൾ തിങ്കിങ് പ്ലസ് ഫീലിംഗ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ തിങ്കിങ്ങും ഉണ്ട്, ഫീലിംഗ് ഉണ്ട്, സം അഫക്റ്റിംഗ് ഉണ്ട്. അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, എന്നിട്ട് നമ്മൾ കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫീലിംഗ് കൂടെ വന്നു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് അവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ. Understanding level of teaching is something to perceive the meaning, grasp the idea and identify the attributes. Attributes എന്ന് പറഞ്ഞാൽ essential factors ആണ്. ഒരു നിർവചനം പറയുമ്പോൾ അതിനകത്തുള്ള essential componentsനെ നമ്മൾ attributes എന്ന് വിളിക്കും. എന്നിട്ട് ആ attributes എല്ലാം കൂടെ ചേർത്താണ് പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. Okay. Teaching at the understanding level is of a higher quality than the one at the memory level. അത് നമ്മൾ കണ്ടതാണ്. It is more useful and thoughtful from the point of view of mental capabilities. At this level of teaching, the teacher helps the students to find out the relationship between concepts, principles and facts and to think how these principles can be applied. Memory level teaching barrier needs to be crossed for this understanding level of teaching. അതായത് മെമ്മറി ലെവലിൽ നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും
നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കേട്ടോ, നിങ്ങളും പറയും ടീച്ചറെ എനിക്ക് നോട്ട്സ് തരണേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. നമ്മൾ നോട്ട്സ് സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്ന ഒരു കുട്ടി അടുത്ത ഹയർ ലെവലിലേക്ക് അങ്ങ് പൊക്കോളും. കാരണം അവൻ ചിന്തിച്ച ആശയങ്ങളെ രൂപപ്പെടുത്താൻ പഠിക്കുക എന്നുള്ളതാണ്. മെമ്മറി ലെവലിൽ നമ്മൾ നിന്നാൽ എപ്പോഴും നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുക, സാറ് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അതൊരു ബാരിയറായിട്ട്, ഒരു തടസ്സമായിട്ട് നിൽക്കും. മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് നമ്മളൊരു കാര്യം പഠിച്ചുകൊണ്ട് പോയി ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രം അത്രയും ഉത്തരം എഴുതും. ക്വസ്റ്റ്യൻ ഒരു വ്യത്യസ്ത രീതിയിലേക്ക് വന്നപ്പോൾ ഉത്തരം എഴുതാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ പഠനം മെമ്മറി ലെവലിലുള്ള പഠനമാണ്. അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു ഉത്തരം രൂപീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാമായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ റിയൽ കീ ടു അതർ ഇൻസ്ട്രക്ഷണൽ ലെവൽസ്. അത് പ്രത്യേകം ഓർത്തിരുന്നോണം. മെമ്മറി ലെവൽ നിൽക്കുന്ന ഒരു കുട്ടി അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കയറാൻ കുറച്ചേറെ പാടുപെടും. എന്നാൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ആപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, ക്രിയേറ്റ് വരെ ഞാൻ പറഞ്ഞല്ലോ ഹയർ ലെവൽ ഒബ്ജക്റ്റീവ്സ്. അതൊക്കെ റിഫ്ലക്ഷൻ ലെവലിലേക്കാണ് അത് പോകുന്നത്. അതിനെല്ലാം നമ്മൾ റിഫ്ലക്ഷൻ ലെവൽ എന്നാണ്, അടുത്ത ഹയർ ലെവൽ മുഴുവനെ നമ്മൾ റിഫ്ലക്ഷൻ ലെവൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ലെവലിലേക്ക് പോകാൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയ ആൾക്ക് വളരെ എളുപ്പമാണ്. വൺസ് ദ സ്റ്റുഡൻസ് കോംപ്രിഹെൻഡ് ഓർ ട്രൂലി അണ്ടർസ്റ്റാൻഡ് എ കോൺസെപ്റ്റ്, principle or a skill, then they can very easily get into any of the remaining higher categories, that is application, analysis, evaluation and creates. ഇത് വളരെ കാര്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ മെമ്മറി ലെവലിന്റെ ബാരിയറിനെ നമ്മളൊന്ന് അതിജീവിച്ച് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എത്തിക്കാമെങ്കിൽ അടുത്ത ഹയർ ലെവലുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി ദ സ്റ്റുഡൻസ് ക്യാൻ പാസ് ഓൺ ടു ദ അതർ ഹയർ ലെവൽ categories of learning. Okay, adonnu manasilakka. Then various categories of teaching are not separate entities. They're separate alla, overlapping aanu. They are interactive. The strategic basis of this interaction is understanding. So teach our students to produce understanding, then the students will find the other categories easily attainable. Idana manasilakkendu. Appo ini what is called reflective teaching. Reflective എന്ന് പറഞ്ഞാൽ എന്താണ്? This level is also known as introspective level or metacognitive level. Reflecting on something means giving careful thoughts to something over a period of time. Giving careful thought ആണ്. നമ്മൾ പറയുന്ന പഠിപ്പിക്കുന്ന ആശയത്തെ അധ്യാപകനും ചിന്തിക്കുകയാണ്, കുട്ടികളും അതിനുമേൽ ചിന്തിക്കുക. അങ്ങനെ നല്ല ചിന്ത അതിനുമേൽ ഉണ്ടാകുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. അത് ക്ലാസ്സിൽ മാത്രമല്ല, ക്ലാസ്സിന് പുറത്തും ഡീപ്പ് തിങ്കിങ് ആവശ്യമാണ്. ഇറ്റ് ഓൾസോ മീൻസ് തിങ്കിങ് ഡീപ്ലി അബൌട്ട് സംതിങ്. അത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു ആശയം പഠിപ്പിച്ചു, അതിനെ കമ്പയർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും എല്ലാം മനസ്സിലാക്കി കാരണങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഉള്ളത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലെത്തും. ആ എത്തിയ ഒരു കുട്ടി ആ പഠനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എടുത്ത് ഒരു പ്രോജക്റ്റ് പോലെ അത് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാക്കി ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് റിഫ്ലക്റ്റീവ് ലെവലിലുള്ള ഒരു ലേണിംഗ് ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? റിഫ്ലക്റ്റീവ് ലെവലാണ്. അപ്പൊ അവിടെ നാച്ചുറൽ ലേണിംഗ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, ലേണിംഗ് ബൈ തിങ്കിങ് ആണ്. തിങ്കിങ് ഉണ്ട്, ഡൂയിങ് ഉണ്ട്. നാച്ചുറൽ ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. അത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയ കുട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഹയസ്റ്റ് ഓഫ് ദ 3 levels at which teaching is carried out. It is highly thoughtful and useful. A student can attain this level only after going through memory level and understanding level. അത് ഓർത്തോണേ, ഒരു കുട്ടിക്ക് മെമ്മറി ലെവലും അണ്ടർസ്റ്റാൻഡിങ് ലെവലും കവർ ചെയ്താൽ മാത്രമേ റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു ആശയത്തിന്റെ നോളജ് കിട്ടിയ കുട്ടിക്കാണ്
അത് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നു. അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയ കുട്ടിക്ക് മാത്രമേ ഹയർ ലെവലുകളിലേക്ക് പോകാൻ, റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കണം. Teaching at the reflective level enables the students to solve the real problems of life. Problem solving എന്ന് പറയും. റിഫ്ലക്റ്റീവ് ലെവലിനെ പ്രോബ്ലം സോൾവിംഗ് ലെവൽ, ആ സ്റ്റേജ് എന്ന് പറയും. അപ്പൊ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വരെ, അതിനെ പരിഹരിക്കാൻ വരെ ഉള്ള കഴിവുണ്ടാവുകയാണ് ഈ ലെവലിൽ എത്തുന്ന കുട്ടിക്ക്. At this level, the students are made to face real problematic situations. The students, by understanding the situation, use their critical abilities for solving the problem. ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. At this level, emphasis is laid on identifying the problem, defining it, finding a solution, etc. ഇതെല്ലാമാണ് ഇവിടെ emphasize ചെയ്യപ്പെടുന്നത്. Students' original thinking and creative abilities develop at this level. Creative abilities ഒക്കെ ഡെവലപ്പ് ചെയ്യും റിഫ്ലക്റ്റീവ് ലെവലിൽ. ഫോർ എക്സാമ്പിൾ, റൈറ്റിംഗ് പോയംസ്, സ്റ്റോറീസ്, ഡ്രാമ, സ്കിറ്റ് എക്സെട്ര ബേസ്ഡ് ഓൺ ദ തീം ടോട്ട് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ പഠിപ്പിച്ച തീമിനെ ബേസ് ചെയ്തുകൊണ്ട് പോയംസ് എഴുതാൻ, സ്റ്റോറീസ് എഴുതാൻ, ഡ്രാമ, സ്കിറ്റ് ഒക്കെ എഴുതാൻ എല്ലാം കഴിവുണ്ടാവും. കൺസ്ട്രക്ട് പസിൽസ് ഉണ്ടാക്കാൻ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ, പ്ലാൻ ചെയ്യാൻ, അത് അറേഞ്ച് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ എല്ലാമുള്ള കഴിവുണ്ടാകുന്ന ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ നമ്മൾ എന്ത് സ്ട്രാറ്റജികൾ ഉപയോഗിക്കണം? മെമ്മറിക്കും അണ്ടർസ്റ്റാൻഡിങ്ങിനും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളാണ്. മെമ്മറി ലെവലിന് ലെക്ചർ മെത്തേഡും സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡും ടെക്സ്റ്റ് ബുക്ക് മെത്തേഡും അസൈൻമെന്റ് മെത്തേഡും ഒക്കെ നമുക്ക് മെമ്മറി ലെവലിന് പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് ഡിസ്കഷൻ മെത്തേഡ്, പ്രോബ്ലം മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ് ഒക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാം. ഇവിടെയും പ്രോബ്ലം മെത്തേഡും പ്രോജക്റ്റ് മെത്തേഡും റിഫ്ലക്റ്റീവ് ലെവലിന് നമുക്ക് ഉപയോഗപ്പെടുത്താം. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി പറയണമെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. Experience, which among the following is the most appropriate strategy for developing reflective level learning എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ടെക്നിക്കുകൾ ഫീൽഡ് ട്രിപ്പ്, സ്റ്റഡി ടൂറ്, സോഷ്യൽ ക്യാമ്പ്സ് തുടങ്ങിയുള്ളതാണ്. സാമൂഹ്യമായ ക്യാമ്പുകൾ, കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് ഒക്കെ ഉണ്ട്. ഇപ്പം BEdന് പഠിക്കുന്നവർക്ക് കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് എന്ന് പറയും. സ്റ്റുഡൻസ് ലിവ് ആസ് എ കമ്മ്യൂണിറ്റി ആൻഡ് ഷെയറിങ് എക്സ്പീരിയൻസസ്. ഒന്നിച്ച് താമസിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് ചിന്തിക്കുക, ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൂട്ടായി ചെയ്യുക, എല്ലാം പഠിക്കുക, ഓർഗനൈസ് ചെയ്യാൻ പഠിക്കുക, ഇതെല്ലാം ചെയ്യുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ദെൻ കോഓപ്പറേറ്റീവ് ലേണിംഗ്, സഹകരിച്ച് പഠിക്കുക. Learn a particular concept by a student in cooperation with others എന്നാണ്. മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിച്ച് ഒന്നിച്ച് ചേർന്നിരുന്ന് പഠിക്കുക. താഴെ കാണുന്ന ആ ഗ്രൂപ്പ് ഡിസ്കഷനും കളക്റ്റീവ് ലേണിംഗ് എല്ലാം ഒന്നിച്ചിരുന്ന് രണ്ടിടത്ത് നമ്മൾ കാണുന്നതാണ്. ടോക്കിംഗ് ലെസ് സോ ദാറ്റ് സ്റ്റുഡൻസ് തിങ്ക് മോർ. കുറച്ച് സംസാരിച്ച് കൂടുതൽ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന സ്റ്റേജാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. Collaborative learning, problem-based learning, inquiry-based strategies, then socialized recitation strategies. Socialized recitation strategies എന്ന് പറയുമ്പോൾ സമൂഹമായിട്ടിരുന്ന് സാമൂഹ്യവൽകൃത പഠന രീതിയാണ്. സമൂഹമായിട്ടിരുന്ന് ഡിസ്കഷൻ മെത്തേഡ്, വർക്ക്ഷോപ്പ്, സിമ്പോസിയം, റൗണ്ട് ടേബിൾ ഡിസ്കഷൻ, ബസ് സെഷൻ തുടങ്ങിയെല്ലാം സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ, ഡിബേറ്റ് എല്ലാം തന്നെ സോഷ്യലൈസ് റെസിറ്റേഷൻ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റജികളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിന് കൊണ്ടുവരാൻ പറ്റും. എന്താണ് റിഫ്ലക്റ്റീവ് ലെവലിന്റെ മെറിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ the teaching at this level is not teacher centered or subject centered, it is purely learner centered. ഇവിടെ റിഫ്ലക്റ്റീവ് ലെവലിൽ വരുമ്പോൾ ടീച്ചർ സെന്റേർഡ് ആയിട്ട് നിൽക്കില്ല, സബ്ജക്ട് സെന്റേർഡും അല്ല,
ടീച്ചറിനും സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്കിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടികൾ സഞ്ചരിക്കും. ലേണിംഗ് ഷുഡ് ഗോ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്, ഈവൻ കരിക്കുലം, ഈവൻ ഗോ ബിയോണ്ട് ദ കരിക്കുലം. കരിക്കുലത്തിന് അപ്പുറത്തേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ, പാഠഭാഗത്തുള്ള ഒരു പ്രോബ്ലം എടുത്ത് ഒരു കുട്ടി ഒരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്ത് അതിന്റെ സൊല്യൂഷനിൽ എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത അത്രയും പേരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുക, ഡേറ്റ കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക ലെവലിലേക്കൊക്കെ കുട്ടി പോകുമ്പോൾ ഒരുപക്ഷെ ഹി മേ ബി ഗോയിങ് ബിയോണ്ട് ദ കരിക്കുലം, ഈവൻ ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ബിയോണ്ട് ദ കരിക്കുലം. ആ ലെവലാണ് ഈ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. There is cordial interaction between the teacher and the taught. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ഇവിടെ ഉണ്ടാവും. ദിസ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഹയർ ക്ലാസ്സസ്. നിങ്ങൾ പഠിച്ചിരിക്കണം, കോളേജ് ക്ലാസ്സിലൊക്കെ നമുക്ക് ഈ ലെവലിലേക്ക് ടീച്ചിങ്ങിനെ കൊണ്ടുപോകാൻ സാധിക്കും. കാരണം കുട്ടികൾ അവർക്ക് ഒരുപാട് ചിന്തിക്കാനും രൂപപ്പെടുത്താനും ആശയങ്ങളെ രൂപപ്പെടുത്താനും ഒക്കെ സാധിക്കും. ക്ലാസ്സിൽ തന്നെ ഡിബേറ്റും ഡിസ്കഷനും ഒക്കെ കണ്ടക്ട് ചെയ്യണം. ഓക്കെ. At this level, teaching is highly thoughtful and useful than teaching at the memory or understanding level. വളരെ thoughtfulഉം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തി നല്ല നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. മെമ്മറിയിലോ അണ്ടർസ്റ്റാൻഡിങ്ങിലോ ഇത് കിട്ടുന്നതല്ല. എന്നാൽ അത് കഴിയാതെ ഇതിലേക്ക് വരാനും പറ്റൂല. ഒരു ക്ലാസ് നേരിട്ട് കയറി റിഫ്ലക്റ്റീവ് ലെവലിലോട്ട് എനിക്ക് അങ്ങ് പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. കാരണം പെട്ടെന്ന് കയറി ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡ്രാമ എഴുതി ഉണ്ടാക്കി അത് ക്ലാസ്സിൽ അഭിനയിക്കുക ലെവലിലേക്കൊക്കെ പോവുക. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. SB കോളേജില് പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ എനിക്ക് ലേറ്റസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. അവിടെ ഷേക്സ്പിയറിയൻ ഡ്രാമ വളരെ നാച്ചുറൽ ആയിട്ട് അവിടെ കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുമായിരുന്നു. ഈവൻ അധ്യാപകര് പോലും അതിൽ പങ്കെടുക്കും, അഭിനയിക്കും. ഷേക്സ്പിയറിന്റെ ഒക്കെ ഡ്രാമ അവിടെ അനായാസേന കുട്ടികൾ അവതരിപ്പിക്കുന്ന, രാത്രിയിലൊക്കെയാണ്, നൈറ്റ് ഷോ പോലെ അവിടെ അവതരിപ്പിക്കുമായിരുന്നു. അപ്പൊ അത് സത്യത്തിൽ ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയല്ല, ക്ലാസ്സിൽ പഠിപ്പിക്കുക. ടീച്ചർ പഠിപ്പിക്കുന്ന ലെവലാണ്. പഠിപ്പിക്കുന്ന ലെവലിൽ എത്തുമ്പോൾ അത് മെമ്മറി ലെവലാണ്. എന്നാൽ അതിന്റെ വിശദാംശങ്ങളും അതിന്റെ വൈ ആൻഡ് ഹൗ ആസ്പെക്ട്സ് എല്ലാം കൂടെ കുട്ടികൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലെത്തും. എന്നിട്ട് അവരതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയോ അത് അവതരിപ്പിക്കാൻ തക്ക രീതിയിൽ അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുകയോ ചെയ്യുമ്പോൾ അത് റിഫ്ലക്റ്റീവ് ലെവലിൽ എത്തും. എന്നിട്ട് അത് അഭിനയിക്കുക ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ റിഫ്ലക്റ്റീവ് ലെവൽ എന്നുള്ളത് പൂർണ്ണമായും അത് ഇഫക്റ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പഠന രീതികളിലൂടെ നമുക്ക് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് സ്വായത്തമാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളിവിടെ നമ്മൾ ഏത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തിയാലും അതിനൊരു ക്ലാസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതിനൊരു 4 ഘട്ടങ്ങളാണ്. There are 4 important stages of an innovative class or a learner-centered class. First is focus lesson. In the beginning stage, there may be teacher may be dominating. That means I do it. അവിടെ കിടക്കുന്നുണ്ട്, I do it for you എന്നാണ്. ഞാൻ ഇത് പറഞ്ഞു തരാം. അപ്പൊ ഇത് ഒരു ക്ലാസിന്റെ സബ്സ്റ്റൻസ് 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ്, ഫസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ ഈ ക്ലാസിന്റെ ഒരു സബ്സ്റ്റൻസ് അവതരിപ്പിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ദ ടോപ്പിക് ഈസ്. ദിസ് ഈസ് അബൌട്ട് ദ ടോപ്പിക്. ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതാണ്. ആ സബ്സ്റ്റൻസ് 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് എടുക്കാം. 1 hour ക്ലാസ് ആണെങ്കിൽ ഏതാണ്ട് 15 മിനിറ്റ് നമുക്ക് ഈ ഒരു സബ്സ്റ്റൻസ് അവതരിപ്പിക്കുക. ആ സമയത്ത് ടീച്ചറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് സെക്കൻഡ് സ്റ്റേജ് ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അത് വി ഡു ഇറ്റ്. വി മീൻസ് myself and the students, you and me together, we do it together. നമ്മൾ ഒന്നിച്ച് ചെയ്യാം. അപ്പൊ ടീച്ചറും സ്റ്റുഡന്റും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു? കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് ചില ഒരു ഡിസ്കഷൻ നടത്തുന്നു. ടീച്ചറും കുട്ടികളുമായിട്ട് ചേർന്ന് ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ, ഞാൻ ഈ അവതരിപ്പിച്ച കാര്യങ്ങളുടെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻസ്
കുട്ടികൾ തന്നെ ചില സംശയങ്ങൾ ചോദിക്കുന്നു, ടീച്ചർ അതിന്റെ ഉത്തരം നൽകുന്നു. അങ്ങനെ ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ നടത്തുന്ന ഒരു സ്റ്റേജ് ആണ് വി ഡു ഇറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജ് കുട്ടികൾ ഗ്രൂപ്പ് ചേർന്ന് ചെയ്യുക, യു ഡു ഇറ്റ് ടുഗദർ എന്നാണ്. ദാറ്റ്സ് എ കൊളാബറേറ്റീവ് എഫേർട്ട്. ആ കൊളാബറേറ്റീവ് എഫേർട്ട് സ്റ്റുഡന്റിന്റെ ഭാഗമാണ്. ഈ സെക്കൻഡ് ട്രയാങ്കിൾ സ്റ്റുഡന്റ് റെസ്പോൺസിബിലിറ്റി ആണ്, ഫസ്റ്റ് ട്രയാങ്കിൾ ടീച്ചർ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ഹാഫ് മുഴുവനും ടീച്ചർ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, അത് പിന്നെ കുറഞ്ഞു വരും. എന്നാൽ ഫസ്റ്റ് തൊട്ട് സ്റ്റുഡന്റ് റെസ്പോൺസിബിലിറ്റി ആദ്യം വളരെ കുറവ്, പിന്നെ അത് കൂടിക്കൊണ്ടേയിരിക്കും. ട്രയാങ്കിൾ നമ്മൾ തിരിച്ചുമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാവും. ഓക്കെ, കൊളാബറേറ്റീവ്, യു ഡു ഇറ്റ് ടുഗദർ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യണം. ഞാൻ അതിന് അവസരം തന്നു. ആദ്യം ഞാൻ അവതരിപ്പിച്ചു, പിന്നെ ഞാനും നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു ഡിസ്കഷൻ നടത്തി. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യണം. യു ഡു ഇറ്റ് ടുഗദർ, അല്ലെങ്കിൽ പ്രവർത്തിക്കണം. എന്നിട്ട് ഫൈനലി ഇൻഡിപെൻഡന്റ് ലേണിംഗ് ആണ്. ഇൻഡിപെൻഡന്റ് ലേണിംഗ്, യു ഡു ഇറ്റ് അലോൺ എന്നാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. സോ എവറി ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഷുഡ് ബി ഫൈനലി അറ്റ് ദി ഇൻഡിപെൻഡന്റ് ലെവൽ, ഇൻഡിവിജ്വൽ ലെവൽ. വ്യക്തിഗതമായിട്ടാണ് അത് അവസാനിക്കേണ്ടത്. ഒന്നിച്ച് ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്താലും നമ്മൾ പറയണം എല്ലാവരുടെ കയ്യിൽ അതിന്റെ അവരവരുടെ നോട്ട്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരവരുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഫൈനലായിട്ട് വരുമ്പോൾ ഏത് കുട്ടിയോട് പറഞ്ഞാലും അവർക്ക് ഇതൊന്ന് അവതരിപ്പിക്കാൻ കഴിവ് ഉണ്ടാകണം എന്നുള്ള ലെവലിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഐ ഡു ഇറ്റ് ഇനീഷ്യലി, ദെൻ സെക്കൻഡ് ഫേസ് the teacher along with the students do it, then the third stage the students themselves do it in groups, then at the final stage individually every student should do it. Okay, ഇത് ക്ലിയർ ആയി. നമ്മൾ ഇത് മനസ്സിലാക്കിയിരുന്ന നമ്മുടെ ഒരു ക്ലാസ് ഒരു എങ്ങനെയൊക്കെ നീങ്ങാൻ പറ്റും ഹയർ ലെവലിൽ എന്നുള്ളതൊന്ന് മനസ്സിലാക്കും. നമ്മൾ വളരെ പെട്ടെന്ന് ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ് ആണ് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. അഡോളസെന്റ് ആൻഡ് അഡൽട്ട് ലേണേഴ്സ് ഉണ്ട്. അഡോളസെന്റ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ലേണേഴ്സ് ആണ്. എന്നാൽ അഡൽട്ട് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലേണിങ്ങിലൊക്കെ അഡൽട്ട് ലേണേഴ്സ് ഒരുപാട് വരും, പ്രായമുള്ളവർ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇഗ്നോയില് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ അഡൽട്ട് ലേണേഴ്സ് ധാരാളമുണ്ട്. ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ്. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ ഇഗ്നോവിന്റെ ഒരു അധ്യാപകനാണ്. ഞാൻ മെയിനായിട്ട് അവിടെ എടുക്കുന്നത് MA സോഷ്യോളജിക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് അഡൽട്ട് ലേണേഴ്സ് ഉണ്ട്. 80 വയസ്സുള്ള ഒരു സാറ് റിട്ടയർ ചെയ്തിട്ട് വെളിയിലൊക്കെ ആയിരുന്നു, ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് ഇവിടെ വന്നിപ്പോൾ ആദ്യം ഒരു MSW എടുത്തു. അതിനുശേഷം ഇപ്പോൾ MA സോഷ്യോളജിക്ക് ചേർന്ന് സെക്കൻഡ് ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 80ഓളം 78-80 വയസ്സോളം ഉണ്ട്. ഓക്കെ, എന്നാലും നല്ല താല്പര്യത്തിലാണ് ഇപ്പോഴും പഠിക്കുന്നത്. അഡൽട്ട് ലേണറാണ്. എന്നാൽ നമ്മളൊക്കെ അഡോളസെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട്, PG കഴിഞ്ഞാന്നല്ലോ. ഇപ്പൊ ഡിഗ്രിക്കും ഒക്കെ വരുന്ന കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ അഡോളസെന്റ് സ്റ്റേജിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്നവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ രണ്ടായാലും ഇവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുമ്പോൾ അക്കാഡമിക് ക്വാളിറ്റീസ്, സോഷ്യൽ ക്വാളിറ്റീസ്, ഇമോഷണൽ ക്വാളിറ്റീസ് ആൻഡ് കോഗ്നിറ്റീവ് ക്വാളിറ്റീസ്. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ പഠന സംബന്ധമായിട്ടുള്ള കഴിവുകളാണ്. സോഷ്യൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ സമൂഹമായിട്ട് അവർ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം കഴിവുകൾ, പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ദെൻ ഇമോഷണൽ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വൈകാരികമായിട്ട് മറ്റുള്ളവരെ കരുതാന്, സ്നേഹിക്കാന്, സഹകരിക്കാന്, അവരോട് ക്ഷമ കാണിക്കാൻ, അല്ലേ, നല്ല മനോഭാവം കാണിക്കാനൊക്കെ കഴിയുന്ന സ്റ്റേജാണ് ഇമോഷണൽ ക്വാളിറ്റീസ്. അത് വേണം, ലേണേഴ്സിന് അതുണ്ടായിരിക്കണം. ദെൻ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ് ചിന്തിക്കാനുള്ള കഴിവ്. നല്ല ചിന്തകൾ രൂപപ്പെടുത്താനും പുതിയ പുതിയ ആശയങ്ങളെ ചിന്തിച്ച് കണ്ടെത്താനും കഴിയുന്ന കഴിവുകളാണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ ടൈപ്പ്, എഡ്യൂക്കേഷൻ ലെവൽ ആൻഡ് നോളജ് ആണ്. അവർ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം, അതിന്റെ ടൈപ്പ്, ഏത് തരം വിദ്യാഭ്യാസമാണ്, അത് ഏത് ലെവലിലാണ്, PG ലെവലിലാണോ ഡോക്ടറേറ്റ് ലെവലിലാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ അവരുടെ കഴിവുകൾ, അറിവുകൾ. സോഷ്യൽ ടു ഡീൽ വിത്ത് സോഷ്യൽ പ്രഷേഴ്സ് റിസൾട്ടിങ് ഫ്രം കോമ്പറ്റീഷൻസ്, ഡെവലപ്മെന്റ് ഓഫ് എ ഹെൽത്തി ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. കുട്ടികൾ സഹകരിച്ച്
ഗ്രൂപ്പ് ചേർന്ന് പഠിക്കുമ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും. സോഷ്യൽ പ്രഷേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമോഷണൽ ക്വാളിറ്റീസ് എന്ന് ഇൻക്ലൂഡ് ദെയർ ഇൻവേർഡ് തോട്ട് ആണ്. ഡെവലപ്മെന്റ് ഓഫ് റെസിലിയൻസ് എന്ന് പറയും. സമചിത്തത, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം ചിന്തിക്കുവാനും അത് നടപ്പിലാക്കാനുള്ള കഴിവ്. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ടെൻഷൻ അടിച്ചിരിക്കാനല്ല, അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും അത് നടപ്പാക്കാനും കഴിയുന്ന അവസ്ഥയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് റെസിലിയൻസ്. ദെൻ കോഗ്നിറ്റീവ് തോട്ട് ആൻഡ് പെർസെപ്ഷൻ. നന്നായിട്ട് ചിന്തിക്കാനും നല്ല വീക്ഷണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന അവസ്ഥയാണ്. ഇതൊക്കെയാണ് അഡോളസെന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എലമെന്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ലേണർ എന്ന് പറയും. ഇതോടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. എലമെന്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ലേണർ അക്കാഡമിക് പ്രിപ്പയർഡ്നെസ് ആണ്. അക്കാഡമിക് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ a learner should be ready to ready to learn the academic matters, learn the subject matter to be learned. പഠിക്കേണ്ട സബ്ജക്റ്റ് മാറ്റർ മനസ്സിലാക്കാനും സ്വീകരിക്കുവാനുമുള്ള പ്രിപ്പയർഡ്നെസ് ആണ്, റെഡിനെസ് ആണ്. അതിനുള്ള താല്പര്യം, അതിനുള്ള സമ്മതം, മനസ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് മനസ്സാണ്. വില്ലിങ്നെസ് എന്ന് പറയും. പിന്നെ ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് അഡ്വക്കസി എന്ന് പറയും. നമ്മൾ സ്വയം നമ്മൾ ഇൻഡിപെൻഡന്റ് ലേണർ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് ലേണർ ആയിട്ട് പോകരുത്. ഒരു ഡിപ്പെൻഡന്റ് ലേണർ എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ ടീച്ചർ ടു ഗിവ് നോട്ട്സ് ഓർ അനദർ ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ദാറ്റ്. പുസ്തകത്തിലില്ല, അല്ലെങ്കിൽ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഡിപ്പെൻഡൻസിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. ആ സിലബസിൽ നിന്നുകൊണ്ട് നമുക്ക് പോകാവുന്ന തരത്തിലേക്ക്, ഇപ്പൊ ഇന്റർനെറ്റിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളാണ് അവിടെയുള്ളത്. അങ്ങനെയൊക്കെ പോയി നല്ല പോയിന്റ്സ് കളക്ട് ചെയ്യുകയും അത് നോട്ട്സ് ആയിട്ട് രൂപപ്പെടുത്തി നമ്മുടേതാക്കി മാറ്റി മനസ്സിലാക്കി വെക്കാനൊക്കെ കഴിയുന്ന അവസ്ഥയിൽ പോകുമ്പോഴാണ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞു. ദെൻ റെസിലിയൻസ് ഞാനിപ്പോ പറഞ്ഞു, പ്രശ്നങ്ങളെ നേരിടാനുള്ള ആ ഒരു കഴിവ്, റെസിലിയൻസ്. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനും നേരിടാനുമുള്ള കഴിവ് നേടുന്നതാണ് റെസിലിയൻസ്. ദെൻ സോഷ്യൽ കോമ്പീറ്റൻസ്, സാമൂഹ്യമായ കഴിവുകളാണ് സോഷ്യൽ കോമ്പീറ്റൻസ്. അതായത് സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ ബിഹേവിയർ, കോഓപ്പറേഷൻ, ഇതെല്ലാം സമൂഹമായിട്ട് നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും, റെസ്പെക്ടിങ് ദ പേഴ്സണാലിറ്റി ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കാനും ഒക്കെ കഴിവുണ്ടാകുക. അതാണ് സോഷ്യൽ കോമ്പീറ്റൻസ്. ദെൻ സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും വേണ്ടതാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർ എ സക്സസ്ഫുൾ ലേണർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഈസ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. ആണ് നമ്മളോട് ഒരു ആശയം അവതരിപ്പിക്കാൻ പറയുമ്പോൾ വി ഷുഡ് ഹാവ് ദ എബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ. സബ്ജക്റ്റ് കോമ്പീറ്റൻസി വേണം, അതോടൊപ്പം തന്നെ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് the idea properly before the students and before the teacher also. That is communication ability. So academic preparedness, independence and self-advocacy, resilience, social competence, self-confidence and communication ability. These are the basic elements of a successful learner. ഇതൊന്ന് മനസ്സിലാക്കി ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് തൽക്കാലം ഒന്ന് വിരമിക്കുകയാണ് പ്രസന്റേഷൻ. ഒരു ഗാനം നമുക്കൊന്ന് ചെന്ന് പാടി നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ ഒരു ഐസ് ബ്രേക്കിംഗ് ആണ് ഇത്. നമുക്കൊരു എന്താണ് പറയുന്നത്, പഠിച്ച ടെൻഷൻ ഒന്ന് മാറിക്കിട്ടും. വളരെ സന്തോഷമാണ്. രാധ എന്ന പെൺകുട്ടി എന്ന സിനിമയാണിത്. ജയചന്ദ്രൻ, ഇന്നലെയും ഞാൻ ജയചന്ദ്രൻ പാടിയ ഒരു ഗാനമായിരുന്നു. മലയാള ഭാഷതൻ മാതക ഭംഗിയാണ് നമ്മൾ പാടിയത്. എന്താണ് പറയുന്നത്, സെൽഫ് അഡ്വക്കസി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വയം ചില കാര്യങ്ങളെ വിശദമാക്കാനും സമർത്ഥിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ. സ്വയം നമുക്ക്
സാർ മ്യൂട്ടഡ് ആണ്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഹലോ ഹലോ, ഇപ്പൊ കറക്റ്റ് ആണോ? ഇപ്പൊ ഒന്നും കേട്ടില്ലായിരുന്നു സാർ. ഇപ്പൊ കേക്കാം. കുറച്ച് സമയമായിട്ട് ഇങ്ങനെയായിരുന്നോ? ആൻസർ പറഞ്ഞപ്പോ മ്യൂട്ടായി. ബൈ മിസ്റ്റേക്ക് ആരോ സാറിനെ മ്യൂട്ട് ആക്കിയതാണേ. ഏതാ ആരോ? പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ആരോ അറിയാതെ സാറിനെ മ്യൂട്ട് ചെയ്തതാണ്. അതായിരിക്കും. അല്ല, ഞാനായിട്ട് അത് വന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള സമയത്ത് പറയണം, വോയിസ് മ്യൂട്ടാണ്, അന്നേരം പറയണം. ഞാനിപ്പം ചാറ്റ് ബോക്സ് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചാറ്റ് ബോക്സ് ഞാൻ കണ്ടായിരുന്നു. എനിക്കറിയില്ലല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. പറഞ്ഞല്ലോ, ഏതായാലും വളരെ സന്തോഷം. ഞാന് ഓക്കെ, ഇവിടെ ആക്സിഡന്റലി മ്യൂട്ടഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റെസീലിയൻസ് മനസ്സിലായോ എന്താണെന്ന്? റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ നേരിടാനുള്ള കഴിവ്. റെസീലിയൻസ്, ദ എബിലിറ്റി ടു ഫേസ് എ പ്രോബ്ലം ആൻഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ഇറ്റ്. അതിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനും കഴിയുന്ന ഒരു കഴിവിന് പറയുന്ന പേരാണ്, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റെസിലിയൻസ്. റെസിലിയൻസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ടീച്ചർ ഈസ് ഏബിൾ ടു ഫേസ് പ്രോബ്ലംസ് and to find solutions. Resilient student, he is a resilient learner എന്ന് പറഞ്ഞാൽ that learner is able to face problems and to solve the various problems. Okay, okay, സാരമില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാകുന്നു. നമുക്ക് ഒന്നിച്ച് ഈ മനോഹരമായ ഒരു ഗാനം പെട്ടെന്നൊന്ന് പാടിയേക്കാം. കുറച്ച് വരികൾ പാടിയാലും മതി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്, ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി, കളിരും കോരി കുളിരും കോരി നൂറും പാലും കുറിയും തൊട്ടു നടക്കും പെണ്ണ്, കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്, കോപിക്കാറില്ല പെണ്ണു കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പീഡ പോലെ, കോപിക്കാറില്ല ഈറ്റപ്പുലി പോലെ, നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പീഡ പോലെ, താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ, താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ, താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി വാ, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മളൊരു 2 മിനിറ്റ് ബ്രേക്ക് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് വരാം. താങ്ക് യു വെരി മച്ച്. Thank you so much. Thank you. Thank you.
Thank you very much. Okay. Thank you very much, Dr. Shalini. Thank you very much. വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവുകയാണ്. ഒരുപാട് ബ്രേക്ക് എടുക്കാൻ നമുക്ക് സമയമില്ല, അതിലേക്ക് അങ്ങ് പോവുകയാണ്. ഓക്കെ, which of the following strategies is most suited to promote reflective level teaching? ഈ റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിന് പ്രൊമോട്ട് ചെയ്യാൻ ഏത് സ്യൂട്ടബിൾ സ്ട്രാറ്റജി ആണ്, ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ്? ഒരു വെരി ഗുഡ്. അതുൽ, സുജ, ആൻ, ശ്യാം, അമ്പിളി, ഡോക്ടർ ശാലിനി, ദേവിക, വിദ്യ, എല്ലാവരും ഒരേ അഭിപ്രായമാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. ബ്ലെൻഡഡ് ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ലേണിംഗ് എല്ലാം തന്നെ റിഫ്ലക്റ്റീവ് ലെവലിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനാണ്. ഓക്കെ, which of the following qualities is most essential for a teacher? He should be an honest person. വേണ്ടതാണ്, പക്ഷേ മോസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് അതിലും ഉണ്ടോ എന്ന് നോക്കണം. He should be a well dressed person. വെൽ ഡ്രസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. He should have patience. ക്ഷമയുള്ള ആളായിരിക്കണം. അടുത്തത് നോക്കിയേ, he should be an expert in his subject. അപ്പൊ ഏറ്റവും അത്യാവശ്യം ഏതാണ്? മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ ഇതിന്റെ കൂടെ മതി. ഇതാണ് ഏറ്റവും, ഡി ആണ്. വെരി ഗുഡ്. വിദ്യ, സുജ, രശ്മി, നിസ്തുല, രേഷ്മ, ദീപ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. He should be an expert in this subject. That is the most essential. All others should follow it. ഇതിനെ ഫോളോ ചെയ്യുക. വെൽ ഡ്രസ്ഡ് പേഴ്സൺ നമ്മൾ പറയുന്നത് ഓക്കെ, അത് ആവശ്യമാണ് അല്ലേ? ഒരു കോളേജ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, നിങ്ങളിപ്പോ കോളേജിൽ ഒരു ടീച്ചിങ് അപ്പോയിന്റ്മെന്റ് ലഭിച്ചു, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നീറ്റ് ഡ്രസ്ഡ് ആയിരിക്കണം. ഒരു കാരണവശാലും ഒരു മറ്റു കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുന്ന തരത്തിൽ ഒന്നും, ഒരു എക്സ്പ്രസീവായിട്ടൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നീറ്റ് ഡ്രസ്ഡ് ആയിരിക്കണം. അത് വൃത്തിയായിട്ട് നല്ല വേഷം ധരിച്ച് ഡീസന്റ് ആയിട്ട് നമ്മൾ പോകണം. പക്ഷെ അത് മോസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല. എസെൻഷ്യൽ അല്ലെന്നുള്ള അതിന്റെ അർത്ഥമില്ല. പക്ഷെ ഇത് കഴിഞ്ഞേ ഉള്ളൂ മറ്റതിനൊക്കെ സ്ഥാനം. അതാണ്. Those teachers are popular among the students who, ഏത് ടീച്ചേഴ്സ് ആണ് ഏറ്റവും കുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആവുന്നത്? Develops intimacy with them. കറക്റ്റ് ആണല്ലേ? Help them solve their problems. Award good grades. ഗുഡ് ഗ്രേഡ് കൊടുക്കുന്നവരാണോ? ടേക്ക് ക്ലാസ്സസ് ഓൺ എക്സ്ട്രാ ട്യൂഷൻ ഫീ എന്ന് പറയുന്നു. ആ ഫീ എന്ന വാക്കാണ് അതിനെ ഇല്ലാതാക്കിയത് അല്ലേ? ടേക്ക് ക്ലാസ്സസ് ഓർ എക്സ്ട്രാ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞപ്പോൾ ഫീസ് വാങ്ങിച്ച് ട്യൂഷൻ കൊടുത്ത് ക്ലാസ് എടുക്കുക, അതല്ല. അപ്പോ ബി ആണ് അല്ലേ? റോസ് മരിയ, നിഷ, അശ്വതി, ഡോക്ടർ ശാലിനി, സുജ, ദേവിക, എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. വളരെ വളരെ മിടുക്കരാണ് നിങ്ങൾ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഹെൽപ്പ് ദം സോൾവ് ദെയർ പ്രോബ്ലംസ്. I have 30 years of experience in the training college. I have faced several problems every year. എല്ലാ വർഷവും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അപഗ്രഥിച്ചാണ് ശരിക്കും പറഞ്ഞ ഈ പ്രശ്നങ്ങൾ എനിക്ക് ഹൗ ടു ഫേസ് പ്രോബ്ലംസ് എന്നുള്ള ഒരു റെസിലിയൻസ് എനിക്ക് കിട്ടിയത്. മനസ്സിലാവുന്നില്ല? അതായത് ഒരു പ്രശ്നങ്ങൾ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ളത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന അധ്യാപകരെയാണ് അവർ ഏറ്റവും കൂടുതൽ മാനിക്കുന്നത്, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരെ സ്നേഹിക്കുന്നത്.
ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളും അതേ പൊസിഷനിൽ എത്തുമ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അതിന് പരിഹാരം കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മൾ ഒരു നല്ല സമയം നമ്മുടെ അതിനുവേണ്ടി മാറ്റേണ്ടിയിരിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഇല്ല, മറ്റുള്ള അധ്യാപകർക്കൊക്കെ ഒരുപക്ഷെ ഇതൊന്നും അറിയണ്ട, സുഖമായിട്ട് പോയി വന്ന് ക്ലാസ് എടുത്തു അതുപോലെ തിരിച്ചു പോയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് ബുദ്ധിമുട്ട് കാണുകയില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ആ ബുദ്ധിമുട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് സഹായിക്കാതെ പിന്നെന്ത് ചെയ്യാം? എമ്പതൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിൽ പങ്കാളിയാകുക എന്നല്ലേ? തീർച്ചയായിട്ടും ഇത് ഓർത്തിരുന്നോണം. ഹെൽപ്പ് ദം സോൾവ് ദെയർ പ്രോബ്ലംസ്. ദി എസൻസ് ഓഫ് ആൻ ഇഫക്റ്റീവ് ക്ലാസ് റൂം എൻവയൺമെന്റ്. ഒരു ഇഫക്റ്റീവ് ക്ലാസ് റൂം എൻവയൺമെന്റിന്റെ എസൻസ് എന്തായിരിക്കും? എ വെറൈറ്റി ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ആണോ? ലൈവ്ലി സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ, വളരെ ലൈവായിട്ടുള്ള സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ. പിൻ ഡ്രോപ്പ് സൈലൻസ് ആണോ? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണോ? അതൊന്നും അല്ല. വെരി ഗുഡ്. കാവ്യ, അശ്വതി, നിഷ, ദീപ, നിസ്തുല, സീനത്ത്. സീനത്ത് ഒരു പുതിയ പേരിപ്പ് ഞാൻ വായിക്കുന്നു. ശ്യാം ശങ്കർ, റോസ് മരിയ. ഓക്കെ, നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് പറഞ്ഞു. ലൈവ്ലി ടീച്ചർ സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ, അത് നടക്കുന്ന എൻവയൺമെന്റ് ആണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മോറൽ വാല്യൂസ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി ഇൻകൾക്കേറ്റഡ് എമംഗ് ദ സ്റ്റുഡൻസ് വെൻ ദ ടീച്ചർ മോറൽ വാല്യൂസ് കൊടുക്കാൻ പറ്റിയ ഒരു രീതി ടീച്ചർ എങ്ങനെയൊക്കെ പറയുമ്പോഴാണ്. ഫ്രീക്വന്റ്ലി ടോക്ക് അബൌട്ട് വാല്യൂസ്. വാല്യൂസിനെ കുറിച്ച് കൂടുതൽ സമയവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ടീച്ചർ ഹിംസെൽഫ് പ്രാക്ടീസസ് ദം. ടീച്ചർ പ്രാക്ടീസ് ചെയ്യുക. ടെൽ സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പേഴ്സൺസ്. വലിയ വലിയ ആളുകളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ സെക്കൻഡറിയേ ഉള്ളൂ. ടോക്സ് അബൌട്ട് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ദേവന്മാരെ കുറിച്ചും ദേവതമാരെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതൊന്നും കാര്യമില്ല. നിങ്ങൾ പറഞ്ഞതാണ്. ലിലിയ, നിഷ, അമ്പിളി, വിദ്യ, ശ്യാം, സീനത്ത്, രശ്മി, സുജ, നിങ്ങളോടൊപ്പം ഞാനും വരികയാണ്. When the teacher himself or herself practices them, moral values can be effectively inculcated among the students. നമ്മുടെ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ, മോറൽ വാല്യൂസ് തന്നെയല്ല, എക്കണോമിക് വാല്യൂസ്, മറ്റതുപോലെ സോഷ്യൽ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ്, ഇതെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ കുട്ടികൾ അത് അനുകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതോട് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പേഴ്സണോ ദേവതകളെ കുറിച്ചോ ദേവന്മാരെ കുറിച്ചോ ഒക്കെ നമുക്ക് വേണേൽ വാല്യൂസിനെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം. പക്ഷേ സെക്കൻഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരിക്കലും മറ്റുള്ളത് പ്രയോജനപ്പെടുകയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ബി ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ട്. Identify the important element a teacher has to take cognizance of while addressing students in classroom. കുട്ടികളെ ക്ലാസ് റൂമിൽ അഡ്രസ് ചെയ്യുമ്പോൾ ഏത് എലമെന്റ് ആണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്? അവോയ്ഡൻസ് ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. പ്രോക്സിമിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ക്ലോസ്നെസ് എന്നാണ് പ്രോക്സിമിറ്റിക്ക് അർത്ഥം. പക്ഷെ അവോയ്ഡൻസ് ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ഇല്ലാതിരിക്കുക എന്ന് അതിന്റെ അർത്ഥം. അതൊരു നെഗറ്റീവ് വേർഡായിട്ട് വരും. അപ്പൊ അതല്ല. വോയിസ് മോഡുലേഷൻ, ശബ്ദ വ്യതിയാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റെപ്പറ്റേറ്റീവ് പോസ് എന്ന് പറഞ്ഞാൽ കുറെ പോസ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്ചറാണ്. ആ പോസ്ചർ ഫിക്സഡ് പോസ്ചറിൽ നിൽക്കാം, മാറി മാറി വരിക. അതുകൊണ്ട് കാര്യമില്ല അല്ലേ? ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ പറയുന്നു. ആൻഡ് കാവ്യ, അശ്വതി, വിദ്യ, ദേവിക, സീനത്ത് എല്ലാവരും പറയുന്നത് വോയിസ് മോഡുലേഷൻ തന്നെയാണ്. വോയിസ് മോഡുലേഷൻ ആണ്. ആ വോയിസ് മോഡുലേഷൻ അനുസരിച്ച് നമ്മുടെ പോസ്ചർ മാറിക്കോളും. ഫിക്സഡ് പോസ്ചർ അല്ല. ഫിക്സഡ് പോസ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിടത്ത് ഇങ്ങനെ തൂണ് പോലെ ടീച്ചർ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ചുമ്മാ നിൽക്കുകയാണെന്ന്. അതാണ് ഫിക്സഡ് പോസ്ചർ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ പോസ്ചർ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും.
പക്ഷെ ടീച്ചറിന്റെ മൂവ്മെന്റ്സ് ഓവറായി പോകാൻ പാടില്ല. ചുമ്മാ ഓടി നടക്കുന്ന പോലെ ആകരുത്. വളരെ നാച്ചുറലായിട്ട് ടീച്ചർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായാലും ആശയങ്ങൾ പറയുമ്പോഴായാലും അതിനാവശ്യത്തിനുള്ള മിതമായ മൂവ്മെന്റ്സ് കൊടുത്ത് ടീച്ചർ ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പോസ്ചർ എപ്പോഴും മൂവിങ് ആയിരിക്കണം, ഫിക്സഡ് അല്ല. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. റെപ്പറ്റേറ്റീവ് പോസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തിട്ട് വീണ്ടും അത് തന്നെ പിന്നെ ആവർത്തിക്കുക, പിന്നെ അത് തന്നെ ചെയ്യുക. അങ്ങനെയുള്ള റെപ്പറ്റേറ്റീവ് പോസ് ആണ്. അതിൽ വലിയ കാര്യമില്ല. വോയിസ് മോഡുലേഷൻ ആണ് വളരെ പ്രധാനമായിട്ട് ടീച്ചർ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ. Research has shown that the most frequent symptom of nervous instability among teachers is nervous instability. അതായത് നമ്മുടെ ചിന്ത നെർവസുമായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അസ്ഥിരത എന്ന് പറയുന്നത് അല്ലെ. ഈ തലച്ചോറിനായിട്ട് ബന്ധപ്പെട്ടുള്ള അസ്ഥിരത വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊന്നിലേക്ക് പോകുന്ന ഒരു സ്ഥായിയായ ഒരു ഇതില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഡൈജസ്റ്റീവ് അപ്സെറ്റ്സ് വന്നാൽ, വയറിന്റെ പ്രോബ്ലം വന്നാൽ അങ്ങനെ വരണമെന്നില്ല. ക്ഷീണം, ഫറ്റീഗ് വന്ന്, വറി വന്നിട്ട് എക്സ്പ്ലോസീവ് ബിഹേവിയർ, സ്ഫോടനാത്മകമായ ബിഹേവിയർ വന്നാൽ നെർവസ് ഇൻസ്റ്റബിലിറ്റി വരും. ഇത് ഓർത്തിരിക്കാന്നേ ഉള്ളൂ. എക്സ്പ്ലോസീവ് ബിഹേവിയർ ആണ് ഇവിടെ വന്നതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട്. ഡൈജസ്റ്റീവ് അപ്സെറ്റ്സ് വന്നാലൊന്നും നെർവസ് ഇൻസ്റ്റബിലിറ്റി വരത്തില്ല. ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം, കുറച്ച് വ്യത്യാസം വരാം. വറി വന്നാലും കുറച്ച് വ്യത്യാസം വരാം. പക്ഷെ എക്സ്പ്ലോസീവ് ബിഹേവിയർ ആണ് ഏറ്റവും കൂടുതൽ നെർവസ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നത്. ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഡി ആണ് കറക്റ്റ്. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അതുൽ, സുജ, രേഷ്മ, സീനത്ത്, ദേവിക, വിദ്യ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ദെൻ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരുന്നോണം. ആറ്റിറ്റ്യൂഡ്സ്, കോൺസെപ്റ്റ്സ്, സ്കിൽസ് ആൻഡ് നോളജ് are products of learning, research, heredity, explanation. Explanation എന്ന് പറയുന്ന ഒരു വാക്ക് വിശദീകരണം കൊടുക്കുക എന്നേ ഉള്ളൂ. അതിനകത്ത് ആറ്റിറ്റ്യൂഡ്സ്, കോൺസെപ്റ്റ്, സ്കിൽസ് ഒന്നും വരത്തില്ല. ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, പാരമ്പര്യമാണ്, അതിനകത്ത് വരില്ല. റിസർച്ചിനകത്ത് ഈ ആറ്റിറ്റ്യൂഡ്സ്, കോൺസെപ്റ്റ്, സ്കിൽസ് എന്നെല്ലാം കൂടെ കയറി വരാൻ പറ്റില്ല. ലേണിംഗ് ആണ് വളരെ കറക്റ്റ്. നിങ്ങൾ രശ്മി, ആന്, ദേവിക, കാവ്യ, ശ്യാം, റോസ്മരിയ, രേഷ്മ, നിഷ, സുജ, വെരി ഗുഡ്, വെരി ഗുഡ്. ലേണിംഗ് ആണ്. ലേണിങ്ങിന്റെ പ്രോഡക്ട്സ് ആണ് ആറ്റിറ്റ്യൂഡ്സ്, കോൺസെപ്റ്റ്സ്, സ്കിൽസ്, നോളജ് എല്ലാം തന്നെ. നോളജ് വർദ്ധിക്കുന്നു, സ്കിൽസ് വർദ്ധിക്കുന്നു, കോൺസെപ്റ്റ്സ്, ഒത്തിരി കോൺസെപ്റ്റ്സ് കിട്ടും പഠനത്തിലൂടെ. ഒത്തിരി കോൺസെപ്റ്റ് നമുക്ക് കിട്ടും അല്ലെ. ഇന്ന് തന്നെ നിങ്ങൾക്ക് മെമ്മറി അല്ലെ, അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ റിഫ്ലക്ഷൻ അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഒത്തിരി കോൺസെപ്റ്റ്സ് പഠിച്ചു, അത് ലേണിംഗ് ആണ്. ആറ്റിറ്റ്യൂഡ്സ് വ്യത്യാസം വരും. ആറ്റിറ്റ്യൂഡ്സ്, ടീച്ചിങ്ങിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസപ്പെടും പഠനത്തിലൂടെ. അപ്പൊ ഇതെല്ലാം പഠനത്തിന്റെ പ്രോഡക്ട്സ് ആണെന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്? അങ്ങനെയാണെങ്കിൽ ഇതുവരെ പറയാത്ത ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കിയാൽ മതിയല്ലോ. ആറ്റിറ്റ്യൂഡ്സ്, കോൺസെപ്റ്റ്സ്, നോളജ്, മച്ചുറേഷൻ. ഏതാണ് ലേണിംഗിന്റെ പ്രോഡക്റ്റ്? നമ്മൾ മുമ്പേ പറഞ്ഞത് അല്ലാത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. സുജ, ആൻ, വിദ്യ, രശ്മി, അമ്പിളി, രേഷ്മ. മെച്ചുറേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ലിലിയ, റോസ്മരിയ, ദീപ. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. മെച്ചുറേഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റിയിൽ എത്തുന്ന ഒരു ഇതാണ്. അത് ലേണിങ്ങിലൂടെ മെച്യൂരിറ്റിയിൽ എത്തുമെന്നൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ സഹായിക്കും കുറെ. ലേണിങ്ങിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് മെച്ചുറേഷൻ എന്ന് നേരിട്ട് കയറി നമുക്ക് പറയാൻ പറ്റൂല. ലേണിംഗ് അതിനെ സഹായിക്കുന്നുണ്ടാവാം, ഇല്ലെന്ന് പറയാൻ പറ്റൂല. പക്ഷെ കറക്റ്റായിട്ട് ലേണിംഗിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ആറ്റിറ്റ്യൂഡ്സ്, കോൺസെപ്റ്റ്സ്, നോളജ്, സ്കിൽസ് എല്ലാമാണ് ഇതിന്റെ പ്രോഡക്ട്സ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കിൽസ് ആർ നീഡഡ് ഫോർ പ്രസന്റ് ഡേ ടീച്ചർ ടു അഡ്ജസ്റ്റ് ഇഫക്റ്റീവ്ലി വിത്ത് ദ ക്ലാസ് റൂം ടീച്ചിങ്? Classroom teaching, which of the following skills are needed for present day teacher to adjust effectively with the classroom teaching? ഇന്നത്തെ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ഒരു ടീച്ചറിന് അതുമായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട കഴിവുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നോളജ് ഓഫ് ടെക്നോളജി, യൂസ് ഓഫ് ടെക്നോളജി ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, നോളജ് ഓഫ് സ്റ്റുഡൻസ് നീഡ്സ്, മാസ്റ്ററി ഓവർ ദ കോണ്ടന്റ്. ഇതിന്റെ ആൻസറൂടെ നമ്മൾ പെട്ടെന്ന് നോക്കി വെച്ചേക്കുക. ആൻസറിലേക്ക് നിങ്ങൾ സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എല്ലാം വായിച്ചു നോക്കി
ഇതിൽ പിന്നെ അങ്ങനെ അങ്ങ് ചിന്തിക്കേണ്ട. ഓക്കെ, എവിടെ നിന്നോട് ഒന്നൊന്ന് ആലോചിച്ചു. സി ആ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, അത് ഞാനൊന്ന് ഒന്ന് വിശദീകരിക്കാം. ഒന്ന് നിൽക്കട്ടെ. ഇപ്പൊ നോക്കി, നോളജ് ഓഫ് ടെക്നോളജി അത് വേണം എന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് വിചാരിച്ചോളുക. ഓക്കെ, ബി പറഞ്ഞിരിക്കുന്നു കൃഷ്ണപ്രിയ. ഓക്കെ, അവിടെ നിൽക്കുക, ഞാനത് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത് കറക്റ്റ് ആക്കാം. ഇനിയും പറഞ്ഞു പോകണ്ട കേട്ടോ. ഓക്കെ, ഇപ്പൊ നോളജ് ഓഫ് ടെക്നോളജി, ടെക്നോളജിയെ കുറിച്ചുള്ള അറിവ് വേണം അധ്യാപകന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് 1 ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 1 എന്ന് പറയുന്നത് ഒരു ഓപ്ഷനിലേ ഉള്ളൂ, എയിൽ മാത്രമേ ഉള്ളൂ. 1 and 3 എന്നാ പക്ഷെ പറഞ്ഞിരിക്കുന്നു. നോളജ് ഓഫ് ടെക്നോളജി ആൻഡ് നോളജ് ഓഫ് സ്റ്റുഡൻസ് നീഡ്സ് എന്നുമാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് നോക്കിയേ, യൂസ് ഓഫ് ടെക്നോളജി ഇൻ ടീച്ചിങ് ലേണിംഗ്. ടീച്ചിങ്ങിലും ലേണിങ്ങിലും ടെക്നോളജിയുടെ യൂസ് ആണ് ശരിക്കും വേണ്ടത്. നോളജിനേക്കാൾ അധികമായി യൂസ് ഓഫ് ടെക്നോളജിയാണ്, ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് നമുക്കിവിടെ ടീച്ചിങ് ലേണിങ്ങിൽ വേണ്ടിയത്. അപ്പൊ 2 എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് വേണ്ടിയതാണ്. അപ്പൊ അതേതേ ഉള്ളൂ, 1 അല്ല എന്ന് മനസ്സിലായി. അപ്പൊ 2-ന് വരുമ്പോ ബിയും സിയും ഡിയുമാണ് വരുന്നത്. പിന്നെ വരുന്ന ഏതാണ്, നോളജ് ഓഫ് സ്റ്റുഡൻസ് നീഡ്സ്. കുട്ടിയുടെ ആവശ്യങ്ങൾ അറിയണം. ആവശ്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ടീച്ചർ എപ്പോഴും കുട്ടിയുടെ ആവശ്യങ്ങൾ അറിയേണ്ടതാണ്. പിന്നെ 4-മത്തെ മാസ്റ്ററി ഓവർ ദ കോണ്ടന്റ് എന്നാ പറയുന്നത്. അത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. സബ്ജക്റ്റ് മാറ്ററിൽ മാസ്റ്ററി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ നോക്കിയപ്പോ 2ഉം 3ഉം 4ഉം അത്യാവശ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞ കൃഷ്ണപ്രിയ, നിഷ ഒന്ന് പറഞ്ഞ്, രേഷ്മ, ഡോക്ടർ ശാലിനി, ബാക്കി മേളിൽ പറഞ്ഞവരെല്ലാം കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവർക്ക് മനസ്സിലായി. നിഷ, സുജയ് എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. കൃഷ്ണപ്രിയ, വെരി ഗുഡ്, വെരി ഗുഡ്, യു ഹാവ് കറക്റ്റഡ്. 2, 3 and 4 ആണ്. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്ന മാത്രയിൽ തന്നെ പേടിച്ചൊന്നും പോകരുത്, പേടിച്ചു പോകരുത്. ഞാൻ അതിന്റെ ഒരു ടെക്നിക്കാ പറഞ്ഞു തന്നത്. യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ 1 and 3 മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ അതല്ല എന്ന് തന്നെ ചിന്തിച്ചോണം. സെക്കൻഡ് ഇല്ലാത്ത ഒരു ആൻസർ ഇല്ല. അപ്പൊ നോക്കിയാൽ സെക്കൻഡ്, 2-ാം ഓപ്ഷൻ ബിയിലും സിയിലും ഡിയിലും ഉണ്ട്. അപ്പൊ അത് എസെൻഷ്യൽ ആണ്. അപ്പൊ എ അല്ല എന്ന് മനസ്സിലായി. പിന്നെ അപ്പൊ ഏതാണ് അതിൽ ആ 3-ൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് 2, 3 and 4 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വെരി ഗുഡ്. ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ ഈസ് ടു റേസ് ദ ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്റ്റുഡൻസ്. അതൊരു കറക്റ്റ് ആണ്. കുട്ടികളുടെ ബൗദ്ധിക നിലവാരം ഉയർത്തുക എന്ന് പറയുന്നത് ടീച്ചറിന്റെ ഒരു പ്രൈമറി ഡ്യൂട്ടി തന്നെയാണ്. അത് ഏറ്റവും ആണോ എന്നുള്ളത് വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഇംപ്രൂവ് ദ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്റ്റുഡൻസ്. മിടുക്കരായി, പെട്ടെന്ന് പിടികിട്ടി. ഇനി ഇവിടെ നിൽക്കത്തില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പോട്ടെ അങ്ങോട്ടെ, പോട്ടെ. മൊത്തം പേരും പറയട്ടെ. സീനത്ത്, നിങ്ങൾ മിടുക്കരാണെന്നുള്ളതിന്റെ പ്രൂഫാണ് ഇത് കേട്ടോ. നല്ല സമർത്ഥരായിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കാരണം ഈ ഫസ്റ്റ് തന്നെ ആൻസർ ആയിട്ട് ചെയ്യുക. അറിയാൻ വയ്യാത്തവരാണെങ്കിൽ റേസ് ദ ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ബൗദ്ധിക നിലവാരം ഉയർത്തുകയാണ്. ഒരു പരിധി വരെ പറഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഐഡിയ അതാണ്. ഇംപ്രൂവ് ദ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ അവന്റെ നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറൊക്കെ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരു എക്സസൈസ്, ഇപ്പം സ്റ്റാൻഡപ്പ്, പിന്നെ റൈറ്റ് ഹാൻഡ്, ഫ്രണ്ട്, ലെഫ്റ്റ് ഹാൻഡ് എന്നൊക്കെ ചെറിയൊരു ഫിസിക്കൽ ഡ്രിൽ കൊടുക്കുന്നതുകൊണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒന്നും വർദ്ധിക്കില്ല. ഓക്കെ, അപ്പൊ അതല്ല. ഹെൽപ്പ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ്. അതൊരു വലിയ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വേർഡാണ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സമഗ്രമായ വികാസം, ഒരു കുട്ടിയുടെ സർവതോന്മുഖമായ വികാസം എന്ന് പറയും. അതിനകത്ത് ഫിസിക്കലും വരും. ഫിസിക്കൽ, ഇന്റലക്ച്വൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ വരെ വരും അതിനകത്ത്. ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ് എല്ലാം അതിനകത്തുണ്ട്. ഇന്റലക്ച്വലും ഉണ്ട്, ഫിസിക്കലും വരും. ഇംബൈബ് വാല്യൂ സിസ്റ്റം ഇൻ ദ സ്റ്റുഡൻസ് അല്ല, അതെല്ലാം അതിനകത്ത് വന്നോളും. സി ആണ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. നിങ്ങൾ എല്ലാവരും അത് കറക്റ്റ് ആൻസർ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. Education is a powerful instrument of social transformation, personal transformation,
കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം സഹായിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സാധിക്കും, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സാധിക്കും, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ സാധിക്കും, അല്ലേ? ശ്യാം, അശ്വതി, വിദ്യ, റോസ്മരിയ, ദേവിക, നിഷ, സുജ, സീനത്ത്, രേഷ്മ, ഓൾ ദ എബവ് ആണ് കറക്റ്റ്. 3 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനും എഡ്യൂക്കേഷൻ എന്ന പവർഫുൾ ഇൻസ്ട്രുമെന്റ് കൊണ്ട് സാധിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ABC തുല്യ പ്രാധാന്യമാണ് ഇവിടെ, അത് മനസ്സിലാക്കണം. ചുമ്മാ നമ്മള് അതായത് സാമൂഹ്യമായ പരിവർത്തനം ഉണ്ടാക്കാൻ സഹായിക്കും, എൻ്റെ വ്യക്തിപരമായ പരിവർത്തനം ഉണ്ടാകും, സാംസ്കാരികമായ പരിവർത്തനം ഉണ്ടാകും, കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. അതാ ഓൾ ദ എബവ് നമ്മൾ പറയുന്നത്. എ ടീച്ചർ ക്യാൻ എസ്റ്റാബ്ലിഷ് റാപ്പോർ വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളുമായി നല്ല ഒരു ടേംസ് ഉണ്ടാക്കാൻ, റാപ്പോർ എന്ന് പറഞ്ഞാൽ നല്ല അനുരഞ്ജനം ഉണ്ടാക്കാൻ, അനുനയം ഉണ്ടാക്കാൻ. ബിക്കമിങ് എ ഫിഗർ ഓഫ് അതോറിറ്റി ആയാൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല കേട്ടോ, എപ്പോഴും ഓർത്തിരുന്നോണം. ഒരു ഫിഗർ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞ് വലിയ കമാൻഡിങ് പവറുമായിട്ടിരുന്നാൽ ഒരിക്കലും നടക്കില്ല. ഇംപ്രസിംഗ് വിത്ത് നോളജ് ആൻഡ് സ്കിൽസ്, അതൊരു പരുവത്തിനുണ്ട് അല്ലേ? ഉണ്ട്. പ്ലേയിങ് ദ റോൾ ഓഫ് എ ഗൈഡ്, അതും വളരെ പ്രധാനപ്പെട്ടതാ. ബിക്കമിങ് എ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്, ബിക്കമിങ് എ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്, കുട്ടികളുടെ ഒരു ഫ്രണ്ടായിട്ട് മാറുന്നു. ഓക്കെ, നിങ്ങളെ തെറ്റിക്കാൻ അങ്ങനെ ചോദിക്കും. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കുറച്ചുകൂടെ കാര്യമാത്ര പ്രസക്തമായ ഒരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? rather than mere becoming a friend of the students. കുട്ടികൾ, അധ്യാപകൻ ഒരു സ്റ്റുഡന്റ് ഫ്രണ്ടായിട്ട് മാറുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഈ 4-ൽ ഏറ്റവും ഇംപ്രസിംഗ് വിത്ത് നോളജ് ആൻഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഈ 4-ൽ ഏറ്റവും കട്ടിയുള്ളത് അതാണ്. ഇംപ്രസ് ചെയ്യിപ്പിക്കണം, കുട്ടികളെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. നിങ്ങൾക്കിപ്പോ എന്നോടൊരു റാപ്പോർ ഉണ്ടായിട്ടുണ്ടോ? Could you establish a rapport with me as your teacher? ഉണ്ടായിട്ടുണ്ടോ? ഒരു ഉത്തരം പറഞ്ഞ്. അതുൽ മിടുക്കൻ ആദ്യം പറഞ്ഞു യെസ്. യെസ് പറയുന്നതിൽ എനിക്ക് അല്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞത് യെസ് സർ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് റാപ്പോർ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, നമ്മുടെ തുടക്ക ക്ലാസ് തൊട്ടേ ഉണ്ട്. ഡെഫിനറ്റ്ലി, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, എനിക്ക് നിങ്ങളോടും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഞാൻ പറയട്ടെ ഒരു കാര്യം, നിങ്ങളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആക്കിയത് കൊണ്ടാണോ, നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഗൈഡ് പോലെ ഒരു റോൾ എക്സ്ട്രാ ചെയ്തു, നിങ്ങളെ ഞാൻ അറിവ് കൊണ്ടും നൈപുണ്യങ്ങൾ കൊണ്ടും ഇംപ്രസ്ഡ് ആക്കിയത് കൊണ്ടാണോ, അതോ എൻ്റെ ഫിഗർ ഓഫ് അതോറിറ്റി കൊണ്ടാണോ? ഏത് റോള് കൊണ്ടാണ് നിങ്ങൾ ഒരു റാപ്പോർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? നമ്മൾ തമ്മിലുള്ള ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചാൽ മതി, അല്ലേ? കൺഫ്യൂസിങ് ആയി അല്ലേ? അതിൽ കൺഫ്യൂസിങ് ആയി. ബി ആൻഡ് സി ആണല്ലേ? അല്ല, ഷുവർ വിത്ത് ബി. വിദ്യാ ഹരിദാസ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു, ഷുവർ വിത്ത് ബി എന്നാണ് പറഞ്ഞത്. വെരി ഗുഡ്. നിങ്ങൾ അത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പ്ലേയിങ് ദ റോൾ ഓഫ് എ ഗൈഡ് കറക്റ്റ് ആണ്. ബിക്കമിങ് എ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡൻസ് കറക്റ്റ് ആണ്. ചില സമയത്ത് ഫിഗർ ഓഫ് അതോറിറ്റിയും ആയിരിക്കണം. ഓക്കെ, പക്ഷേ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ഇംപ്രസിംഗ് വിത്ത് നോളജ് ആൻഡ് സ്കിൽസ് ആണ്. അതാ ഇംപ്രസിംഗ് എന്ന വാക്കും ചേർത്തിരിക്കുന്ന വളരെ തന്ത്രപരമായിട്ടാണ്. അറിവ് കൊണ്ടും സ്കിൽസ് കൊണ്ടും ഇംപ്രഷൻ കിട്ടണമെന്നില്ല, പക്ഷെ അത് അറിവ് കൊണ്ട് അമ്മാനമാടുകയും നൈപുണ്യം കൊണ്ട് എന്താ പറയുന്നത്, ഗെയിംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകൻ, നല്ല അധ്യാപകൻ. അതോടെയാണ് റാപ്പോർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റാണ്. ശ്യാം ശങ്കർ, അശ്വതി, വിദ്യ, ദേവിക, ഡോക്ടർ ശാലിനി തിരുത്തി പറഞ്ഞു. For us, you are B, C and D. Oh, thank you so much. Okay, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇംപ്രസിംഗ് വിത്ത്, രശ്മി, താങ്ക് യു സോ മച്ച്. വളരെ എനിക്ക് നിങ്ങളോട് സന്തോഷവും സ്നേഹവും തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ഉത്തരം ബി ആണ് കേട്ടോ. ഓക്കെ, വാല്യൂ എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ
വാല്യൂ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 4 കാര്യങ്ങൾ നോക്കിക്കേ. മേക്കിംഗ് എ സ്റ്റുഡൻസ് ഹെൽത്തി എന്നാണോ? ഹെൽപ്പിംഗ് ദ സ്റ്റുഡന്റ് ടു ഗെറ്റ് എ ജോബ് എന്ന് പറഞ്ഞാൽ അത് വെറും സിമ്പിൾ ആണോ? അതല്ല. ഇൻകൾക്കേഷൻ ഓഫ് വിർച്യൂസ്, കുറച്ച് വാല്യൂസ് ചേർക്കുക എന്നല്ല, അതിനേക്കാൾ കോംപ്രിഹെൻസീവ് ആയ വേർഡ് ആണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞു തന്നു. ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഒരു സംശയമില്ലാതെ ഉത്തരം തന്നിട്ടുണ്ട്. രേഷ്മ, സീനത്ത്, സുജ, രശ്മി, ദേവിക, അമ്പിളി എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇവിടെ ഈ വാക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് എന്നൊരു വാക്ക് എഡ്യൂക്കേഷനിലെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ്. അത് മിക്കവാറും വിദ്യാഭ്യാസങ്ങളുടെ എല്ലാം ലക്ഷ്യം പറയുമ്പോൾ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ എല്ലാത്തരം ഡെവലപ്മെന്റ്സും ഉണ്ട്. ഫിസിക്കൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, കൾച്ചറൽ ഡെവലപ്മെന്റ് ഒക്കെ ഞാൻ അവിടെ മുമ്പേ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അതാണ് വാല്യൂ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ടീച്ചിങ്? Punishing the students, maintaining discipline in the class, lecturing in impressive way, drawing sketches and diagrams. അത് വേണ്ടതല്ലേ? വേണ്ടാത്തത് ഓർത്താ മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പണിഷിംഗ് ദ സ്റ്റുഡൻസ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പണിഷിംഗ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നതും പണിഷ്മെന്റ് ആണ് കേട്ടോ. വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നത് പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ്സ് എന്ന് പറയുന്നത് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഓൾസോ. ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് പണിഷ്മെന്റ്സ്. ചില അധ്യാപകര് ചില ഇമ്പോസിഷൻസ് കൊടുക്കും കോളേജിലൊക്കെ. 1000 പ്രാവശ്യം എഴുതിക്കൊണ്ടിരാൻ പറയും. ഇത് 1000 പ്രാവശ്യം ആ ഒരു കാര്യം എഴുതിക്കൊണ്ട് ഒരു 2 ദിവസം മെനക്കെടാവുന്നേ ഉള്ളൂ. ഒരു കൊച്ചു 2 ദിവസം മുഴുവൻ ഇരുന്നാലേ 10,000 പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. ഒരു ആശയത്തിനെ 1000 പ്രാവശ്യം എഴുതിപ്പിച്ചിട്ടൊന്നും നേടാനില്ല. എപ്പോ അത് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നോ, നാച്ചുറലായിട്ട് പഠിക്കാൻ പറ്റുന്നു, അത്രയും പ്രാവശ്യം എഴുതിക്കൊണ്ടുപോകാം. ചിലർ അങ്ങനെ പറയുന്നത്. അത് കൺസ്ട്രക്റ്റീവാണ്. വീട്ടിൽ പോയി ഈ ഒരു ആൻസർ, ഒരു ചെറിയ പാരഗ്രാഫ്, 3-4 സെന്റൻസ് ആയിരിക്കും. അത് എത്ര പ്രാവശ്യം എഴുതിയാലാണോ മനസ്സിലാവുന്നത്, പഠിക്കുന്നത്, അത്രയും പ്രാവശ്യം എഴുതിക്കൊണ്ടിരാൻ പറയുക. ഒരു 10 പ്രാവശ്യം, 7 പ്രാവശ്യം, 8 പ്രാവശ്യം ഒക്കെ എഴുതിക്കൊണ്ടുവരും. അത് കൺസ്ട്രക്റ്റീവാണ്. ദാറ്റ്സ് ഓൾസോ എ പണിഷ്മെന്റ്. നിങ്ങൾ അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. പണിഷ്മെന്റ്സ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നെഗറ്റീവ് ഫോമിലുള്ള പണിഷ്മെന്റ് ആണ് കോർപ്പറൽ പണിഷ്മെന്റ്, ഫിസിക്കൽ ആൻഡ് കോർപ്പറൽ പണിഷ്മെന്റ്. കാരണം ഫിസിക്കലി നമ്മൾ വടിയെടുത്ത് നല്ല അടി കൊടുക്കുന്നതാണ് ഫിസിക്കൽ കോർപ്പറൽ പണിഷ്മെന്റ്സ് എന്ന് പറയും. അത് നെഗറ്റീവാണ്. നെഗറ്റീവാണ്. ആ പണിഷ്മെന്റ്സ് ആണ് ഇന്ന് ക്ലാസ്സിൽ കൊടുക്കാത്തത്. എന്നാൽ കൺസ്ട്രക്റ്റീവ് പണിഷ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്ത സ്വഭാവത്തെ മാത്രം നമ്മൾ ശിക്ഷിക്കുക. പണിഷിംഗ് ദ ബിഹേവിയർ ആൻഡ് നോട്ട് ദ സ്റ്റുഡൻസ്. കുട്ടികളെ ശിക്ഷിക്കാതിരിക്കുക, കുട്ടിയുടെ സ്വഭാവത്തെ മാത്രം ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മോൻ അത് ചെയ്യല്ലേ, എൻ്റെ ഇയാൾ നല്ല എന്താണ് പറയുന്നത്, ജോമോൻ അല്ലെ ജേക്കബ് അല്ലെ ജോൺസൺ, ജീമോൻ അത് ചെയ്യല്ലേ. കാരണം ജീമോനെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ്. ജീമോൻ ഒരിക്കലും അങ്ങനെ ഒരു സ്വഭാവം കാണിക്കരുത്. നമ്മളൊരു ഗ്രൗണ്ടിൽ നിന്നൊരു കുട്ടി മറ്റവനെ അടിക്കുകയോ പിടിച്ചു തള്ളുകയോ ഒക്കെ ചെയ്യുന്നു. അവൻ ചെന്ന് അങ്ങോട്ടൊന്ന് വീണു, ഒന്നും പറ്റിയില്ല, പക്ഷെ ഒന്ന് വീണു. നമ്മൾ ആ ജോമോനെ ഇങ്ങ് വിളിക്കുകയാണ്. വിളിച്ചിട്ട് അടുത്ത് വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? എന്താ നീ കാണിച്ചത്? അധിക പ്രസംഗി, എന്താ കാണിക്കുന്നത് പറഞ്ഞ് തോളത്തിട്ടൊരു അടി കൂടുക. അങ്ങനൊന്നും അല്ല. നമ്മൾ തീർച്ചയായിട്ടും അവനെ തട്ടി വിളിച്ചുകൊണ്ട് ഒരിക്കലും ജോമോൻ അങ്ങനെ ചെയ്യരുത്. കാരണം ജോമോന് നല്ല മിടുക്കനായ ഒരു കുഞ്ഞ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, ജോമോൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇനി മേലിൽ ആവർത്തിക്കത്തില്ല അല്ലേ? ഇല്ല ടീച്ചറെ, ഞാൻ അന്നേരം അറിയാതെ ചെയ്തു പോയതാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്വഭാവത്തെ പണിഷ് ചെയ്യുന്നത്. വ്യക്തിയെ ഒരിക്കലും പണിഷ് ചെയ്യാൻ പാടില്ല എന്നത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ടീച്ചിങ് പണിഷിംഗ് ദ സ്റ്റുഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വടിയെടുത്ത് നല്ല അടി കൊടുക്കുക, ഡസ്റ്റർ എടുത്ത് എറിയുക, ഇതൊക്കെയാണ് പണിഷ്മെന്റ്സ് എന്ന് മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല. പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് പണിഷ്മെന്റ്
അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ഓൾസോ ദേർ. അത് നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതാത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് കൊടുക്കാം. പക്ഷേ അതൊക്കെ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വെൻ കമ്പയർഡ് ടു ഓൾ അതർ ഐറ്റംസ്. ഓക്കെ, വെരി ഗുഡ്. വെർബൽ ഗൈഡൻസ് ഈസ് ലീസ്റ്റ് ഇഫക്റ്റീവ് ഇൻ ദ ലേണിംഗ് ഓഫ്. വെർബൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കാവുന്ന തരത്തിലുള്ളതല്ലാത്തതേത്? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കഴിവുകളാണ്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാവുന്ന. സ്കിൽസ് എന്ന് പറഞ്ഞാൽ നൈപുണികളാണ്. നൈപുണികൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയാലേ നൈപുണികൾ വികസിക്കുകയുള്ളൂ. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാലും ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ വെർബൽ ഗൈഡൻസ് പറ്റും. റിലേഷൻഷിപ്സ് പറയാൻ വെർബൽ ഗൈഡൻസ് പറ്റും. പറ്റാത്തത് സ്കിൽസ് ആണ്, നൈപുണികൾ. വെരി ഗുഡ്. നിങ്ങളല്ല ദീപ, രേഷ്മ, ലിലിയ, നിഷ, ഐശ്വതി, സുജ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഈ 4-ൽ ഏറ്റവും വെർബൽ ഗൈഡൻസ് ഇഫക്റ്റീവ് അല്ലാതെയാകുന്നത് സ്കിൽസിന്റെ കാര്യത്തിലാണ്. കാരണം ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടണം. ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന പോലെയാണ്. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അല്ല വെർബൽ ഗൈഡൻസ് കൊടുത്താൽ ഡെവലപ്പ് ചെയ്യുന്നതല്ല സ്കിൽ എന്ന് പറയുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. The most important purpose of learning is personal adjustment. ലേണിംഗിന്റെ പർപ്പസ് പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല. അതുകൊണ്ട് അതൊരു ചെറിയ വാക്കെന്ന് കൂട്ടിയാൽ മതി. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്യാം ശങ്കർ സി ആണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ നോക്കാം. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കുറച്ച് ലിമിറ്റഡ് ഏരിയയാണ്. ശ്യാം ശങ്കർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ് കിട്ടുന്നത് ഒരുപക്ഷെ സോഷ്യോളജിയുടെയോ പൊളിറ്റിക്കൽ സയൻസിന്റെയോ പഠനത്തിലൂടെ ആയിരിക്കും. ഇല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുക, മീഡിയയിലൂടെ ഒക്കെ കിട്ടുന്ന അവയർനെസ് ആണ്. നമ്മൾ ലേണിംഗ് പറയുമ്പോൾ അത് ലിമിറ്റഡ് സ്കോപ്പായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പ്രിപ്പയറിംഗ് വൺ സെൽഫ് ഫോർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഒരുപക്ഷെ പഠനത്തിലൂടെ സാധ്യമാകുമായിരിക്കും. പക്ഷെ പഠനത്തിന്റെ ഉദ്ദേശ്യത്തിൽ ഒരിക്കലും ഒരു ജോലി കിട്ടുക, ടു ഗെറ്റ് എ ജോബ് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. വെരി ഗുഡ്. ഡോക്ടർ ശാലിനി ഡി പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ശാലിനി ഒരിക്കലും അങ്ങനെ പറയണ്ട കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ബി ആണ്. അത് തിരിഞ്ഞു പോയതാ അല്ലേ? ബി ആണ് ഉദ്ദേശിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ, പ്രിപ്പയറിംഗ് വൺ സെൽഫ് ഫോർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട് അറ്റ് ഓൾ എ പർപ്പസ് ഓഫ് ലേണിംഗ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു ജോലി കിട്ടണ്ടേ? അപ്പൊ ജോലി കിട്ടുക എന്നത് ലേണിംഗിന്റെ പർപ്പസ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. ജോലി കിട്ടാൻ തക്ക രീതിയിൽ ഒരു പഠനം വന്നോളും, അത് എത്തിക്കോളും. പക്ഷെ പഠനത്തിന്റെ ലക്ഷ്യം പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സമഗ്രമായ സ്വഭാവ ബൗദ്ധിക ഘടനയുടെ വ്യത്യാസപ്പെടുത്തലാണ്. അനുപേക്ഷണീയമായ വ്യത്യാസപ്പെടുത്തലിനെയാണ് ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും സെക്കൻഡ് ആണ്, ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Which of the following comprises teaching skill? ഒരു ടീച്ചിങ് സ്കിൽ ഇതിൽ ഏതാണ്? ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ടീച്ചിങ്ങിന് വേണ്ട സ്കില്ലാണ് അത് കേട്ടോ. ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു ടീച്ചിങ് സ്കില്ലാണ്. എക്സ്പ്ലെയിനിങ് എന്ന് പറയുന്ന ടീച്ചിങ് സ്കില്ലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ പിടി കിട്ടി അല്ലേ? ക്ലൂ കിട്ടി. അത് 3ഉം സ്കില്ല് തന്നെയാണ്. എങ്കിൽ കറക്റ്റ് ഉത്തരം ഡി ആണ്. ഓൾ ദി അബോവ് ആണ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. 2-3 ക്വസ്റ്റ്യനോടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 2-3 സ്ലൈഡ് കൂടെ കാണുള്ളൂ. ഓക്കെ, നമുക്കത് ഓക്കെ. Which of the following statement is most appropriate? ഏതാ? Teachers can teach എന്ന് പറയുന്നത് most appropriate ആണോ? Teachers help can create in a student a desire to learn എന്ന് പറയുന്ന കുറച്ചുകൂടെ കറക്റ്റ് ആണ് അല്ലേ? ലെക്ചർ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത് അത്ര കറക്റ്റ് അല്ല. തിങ്കിങ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റിഫ്ലക്റ്റീവ് ലെവൽ ലേണിംഗ് വേണം. അതിന് അണ്ടർസ്റ്റാൻഡിങ് എങ്കിലും വേണം കുറഞ്ഞ പക്ഷം. അത് ലെക്ചർ മെത്തേഡ് കൊണ്ട് അത്രയും കിട്ടൂല. ടീച്ചേഴ്സ് ആർ ബോൺ എന്ന് പറയുന്നതല്ല. ബി ആണ് കറക്റ്റ്. എല്ലാവരും ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സ് ഹെൽപ്പ് ക്യാൻ ക്രിയേറ്റ് ഇൻ എ സ്റ്റുഡന്റ് എ ഡിസയർ ടു ലേൺ. ഈ 4-ൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ബി തന്നെയാണ്.
Which among the following is a specific student behavior of the objective knowledge? Knowledge in the specific student behavior ഏതാണ്? നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണത് കേട്ടോ. എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയാണ്. ഇല്ലസ്ട്രേറ്റ് എന്ന് പറഞ്ഞാലും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയാണ്. കമ്പയർ എന്ന് പറഞ്ഞാലും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയാണ്. എങ്കിൽ സി റീകോൾ എന്ന് പറയുന്ന മെമ്മറി, മെമ്മറൈസ്, റീകോൾ, റിക്കളക്ട്, റെക്കഗ്നൈസ് എല്ലാം നോളജിന്റെ സ്പെസിഫിക് സ്റ്റുഡന്റ് ബിഹേവിയർ ആണ്. റീകോൾ, ഓർമ്മിച്ച് പറയുക. റീകോളിന്റെ അർത്ഥം എന്താണ്? മെമ്മറൈസ്. മെമ്മറൈസ് ആണ്. നമ്മൾ മെമ്മറി ലെവൽ ഇന്ന് പഠിച്ചതേ ഉള്ളൂ. മെമ്മറി ലെവലിന്റെ അർത്ഥമാണ് നോളജ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റീകോൾ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, എ ഗുഡ് ടീച്ചർ ഈസ് വൺ ഹൂ gives useful information, explain concepts and principles, gives printed notes to the students. Oh, very good, very good. Inspires students to learn. Oh, very good, very good, very good. Inspire എന്ന് പറയുന്ന വാക്ക് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. പ്രചോദിപ്പിക്കുക, ഉദ്ദീപിപ്പിക്കുക. കുട്ടികളുടെ ആ ഒരു പ്രേരണ, ഉൾപ്രേരണയെ ഉദ്ദീപിപ്പിക്കുകയാണ് കുട്ടി, എങ്കിലേ പഠിക്കുകയുള്ളൂ അല്ലേ? നമ്മൾ എത്ര ടീച്ചർ കിടന്ന് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്താലും, എത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ ശ്രമിച്ചാലും, പ്രിന്റഡ് നോട്ട് കൊടുത്താലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പ്രേരണ, ഇൻസ്പിറേഷൻ കിട്ടിയില്ലെങ്കിൽ പഠനം നടക്കില്ല. അതുകൊണ്ട് വൺ ഹൂ ഇൻസ്പയർസ് സ്റ്റുഡൻസ് ടു ലേൺ ആണ്. അത് അങ്ങനെയുള്ളവരെ നമ്മൾ ഗുഡ് ടീച്ചർ എന്നും അല്ല പറയുന്നത്, ഗ്രേറ്റ് ടീച്ചർ എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് ടീച്ചർ, എ ഗ്രേറ്റ് ടീച്ചർ ഈസ് വൺ ഹൂ ഇൻസ്പയർസ് സ്റ്റുഡൻസ് ടു ലേൺ. പക്ഷെ ഇവിടെ ഗ്രേറ്റ് അല്ല ചോദിച്ചതെന്നുള്ളത് കൊണ്ട് അതില്ലാതെ വരത്തില്ല. ഗുഡ് ടീച്ചർ ചോദിച്ചാലും നമ്മൾ ഇൻസ്പയർഡ് സ്റ്റുഡൻസ് ടു ലേൺ തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ഡി ആണ് ഇവിടെ കറക്റ്റ്. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ടീച്ചിങ് ഈസ് എ ബൈപോളാർ പ്രോസസ് എന്ന് പറഞ്ഞു. ബൈപോളാർ ആണെങ്കിൽ എന്തൊക്കെയാണ് വരേണ്ടത്? ടീച്ചറും ലേണറും കൂടാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ടീച്ചറും ലേണറും കൂടാ. ഇനി ട്രൈ പോളാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ട്രൈ പോളാർ, ഡിയർ. ട്രൈ പോളാർ എന്ന് പറഞ്ഞാൽ ടീച്ചർ, ലേണർ ആൻഡ് കരിക്കുലം. ടീച്ചർ, ലേണർ ആൻഡ് കരിക്കുലം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്പിളി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. ശാലിനി കറക്റ്റ് ആണ്. ട്രൈ പോളാർ എന്ന് പറഞ്ഞാൽ ടീച്ചർ, ലേണർ ആൻഡ് കരിക്കുലം. ഇനി അത് വെച്ച് ചോദിച്ചാൽ അത് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ. ബൈ പോളാർ എന്ന് പറഞ്ഞാൽ രണ്ട് പോൾസേ ഉള്ളു. അപ്പൊ ഒരു പോളിൽ ടീച്ചറാണ്, അടുത്ത പോളിൽ ലേണറാണ്. ടീച്ചർ ആൻഡ് ദ ലേണർ ആണ് അവിടെ. ഇൻ ബിറ്റ്വീൻ ബാക്കിയെല്ലാം വന്നോളും. കരിക്കുലം ഉണ്ട്, സ്കൂൾ എൻവയൺമെന്റ് ഉണ്ട്, ബാക്കി എല്ലാ ഐറ്റംസും അതിനകത്ത് വന്നോളും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ, ബാക്കിയൊക്കെയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫോർ ആൻ എഫിഷ്യന്റ് ആൻഡ് ഡ്യൂറബിൾ ലേണിംഗ്, ലേണർ ഷുഡ് ഹാവ് എബിലിറ്റി ടു ലേൺ ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. റിക്വസിറ്റ് ലെവൽ ഓഫ് മോട്ടിവേഷൻ ഓൺലി, ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ഓൺലി, ഡിസൈഡ് ലെവൽ ഓഫ് എബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ. ഉണ്ടോ? എബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ രണ്ടെണ്ണം ഒന്നിച്ചാ ചേർത്ത് തന്നിരിക്കുന്നു. മറ്റേത് ഓൺലി ഓൺലി എന്ന് പറഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഒരു എക്സാമിന് ചോദിച്ചു. ഇത് നോക്കിയ ഡിസംബർ 2012 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അവിടെ ഓൺലി 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 എന്ന് ഓരോന്നിൽ ഇട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതല്ല. ഡി കണ്ടോ? ഡിസൈഡ് ലെവൽ ഓഫ് എബിലിറ്റിയും മോട്ടിവേഷനും കൂടെ ചേർത്ത് എയും ബിയും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡി ആണ്. അപ്പൊ ഇതൊക്കെ ചില ക്ലൂ ആണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനുള്ള ചില ക്ലൂ ഞാൻ പറഞ്ഞു തരികയാണ്. അത് ഓർത്തിരുന്നുണ്ടാകും. ഇനി ഒന്ന് രണ്ട് കടുകട്ടി വാക്കുകളുള്ള ചില കസർത്തുകളാണ്. 2019 ഡിസംബറിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയുള്ള ചില കടുകട്ടി വാക്കുകളുണ്ട്. ഞാൻ അതിന്റെ അർത്ഥം കൂടി ഇവിടെ പറഞ്ഞു തരാം. എക്സാമിന് അർത്ഥമൊന്നും തരില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. മിനി സമ്മറീസ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസിന്റെയും ഓരോ സ്റ്റേജിന്റെയും ഒക്കെ അവസാനം വരുമ്പോൾ ചെറിയ ചെറിയ ചില സമ്മറീസ് കൊടുക്കും. ആ സമ്മറീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റേഷൻ ഒന്നുകൂടെ ക്ലിയർ ആകാനും അത് ടച്ചിങ് ആകാനും ഇഫക്റ്റീവ് ആകാനും നമ്മൾ കുറച്ച് മിനി സമ്മറീസ് കൊടുക്കും. അതിനെ എന്താ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. വെർബൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ
ഈ വാക്കുകൊണ്ടൊരു ബ്രേക്കപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് കൊടുക്കുക, ഒരു ഇന്റർവെൽ കൊടുക്കുക എന്നേ അർത്ഥം. അതല്ല ക്ലിച്ച്ഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ വിത്ത് എ മോറൽ പ്രിൻസിപ്പിൾ എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിച്ച്ഡ് കൺക്ലൂഷൻ വിത്ത് എ മോറൽ പ്രിൻസിപ്പിൾ എന്നാണ്. ഇവിടെ മോറൽ പ്രിൻസിപ്പിൾ പറയുന്നില്ല, മിനി സമ്മറീസിനെ പറയുന്നുള്ളൂ. കൊടുത്ത ആശയത്തിന്റെ ഒരു സമ്മറി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ വെർബൽ സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മേക്ക് എ പ്രസന്റേഷൻ ക്ലിയർ ആൻഡ് ടച്ചിങ് എന്നാണ്. പ്രസന്റേഷൻ ക്ലിയറും ടച്ചിങ്ങും ആക്കുന്നതിനുള്ള ചില സൂചനകൾ കൊടുക്കുന്നതിനെയാണ് വെർബൽ സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സത്യത്തിൽ മിനി സമ്മറീസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ കൊടുത്ത ഒരു അവതരണത്തെ ഒന്നുകൂടെ ക്ലിയറും ടച്ചിങ്ങും ആക്കി മാറ്റാനുള്ള ചില ക്ലൂസ് കൊടുക്കുന്നതിനെയാണ് മിനി സമ്മറീസ്. അതിന്റെ പേര് വെർബൽ സൈൻ പോസ്റ്റിംഗ് എന്നാണ്. വെർബൽ എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത്, അതുകൊണ്ടാണ്. മിനി സമ്മറീസ് എന്നല്ലേ പറഞ്ഞു, അത് വെർബലായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വെർബൽ സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഗേർഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കൺക്ലൂഷൻ എന്ന വാക്കിട്ടിരിക്കുന്നത് തെറ്റിക്കാനാണ് കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കൺക്ലൂഷനായി വരാം എന്നുള്ള രീതിയിൽ എടുക്കും നമ്മൾ, അതുകൊണ്ടാണ് തെറ്റിക്കാനിട്ടിരിക്കുന്നത്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്, അൺസ്റ്റഡി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്റ്റാഗേർഡ് കൺക്ലൂഷൻ പറയാ സ്റ്റഡി അല്ലാത്ത ഒരു കൺക്ലൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പറ്റില്ല. അപ്പൊ അതല്ല, വെർബൽ ബ്രേക്കപ്പും അല്ല. ക്ലിച്ച്ഡ് കൺക്ലൂഷനും വെർബൽ സൈൻ പോസ്റ്റിങ്ങും വെച്ച് നോക്കുമ്പോൾ വെർബൽ സൈൻ പോസ്റ്റിംഗ് ആണ് കറക്റ്റ് ആയിട്ട്. അതായത് ഒരു അവതരണം വ്യക്തമായും ടച്ചിങ് ആയിട്ടും മാറ്റാനുള്ള സൂചനകളെയാണ് വെർബൽ സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവതരിപ്പിച്ച ഒരു കാര്യത്തെ കുറിക്കുന്ന ചില തറവാക്കാൻ വേണ്ടി ടീച്ചർ വീണ്ടും വീണ്ടും കൊടുക്കുന്ന ചില സൂചനകൾ, അതിനെയാണ് വെർബൽ സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിസംബർ 2012 ചോദിച്ചാണ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് ഗിവ്സ് ദ മെസ്സേജ് ദാറ്റ്. എന്താണ് അതിൽ നിന്ന് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറയത്തില്ലേ? വടി ഉപയോഗിക്കാത്തവൻ കുട്ടിയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വടിയെ സേവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കുട്ടിയെ നശിപ്പിക്കുകയാണ്. അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ വടി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ വടിയെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. ഇതൊരു പഴയ ഇതാണ്, അത് ബൈബിളിലൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണിത്. ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. പണിഷ്മെന്റ് ഇൻ ദ ക്ലാസ് ഷുഡ് ബി ബാൻഡ്. പണിഷ് ചെയ്യരുതെന്നല്ല എൻ്റെ അർത്ഥം, ആവശ്യത്തിന് പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം കേട്ടോ. കോർപ്പറൽ പണിഷ്മെന്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ, അങ്ങനെ അർത്ഥമില്ല അതിന്. കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് അതിനകത്ത് പറയുന്നില്ല, പണിഷ്മെന്റ് എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതല്ല. അൺഡിസൈറബിൾ ബിഹേവിയർ മസ്റ്റ് ബി പണിഷ്ഡ്, അതാണ് പറയുന്നത്. അതാ ചിൽഡ്രൻ ഷുഡ് ബി ബീറ്റൺ വിത്ത് റോഡ്സ് എന്ന് അങ്ങനെ അടച്ചങ്ങ് പറയുന്നില്ല. കുട്ടികളെ അങ്ങ് വടി കൊണ്ടങ്ങ് അടിച്ചേക്കണമെന്ന് അർത്ഥമില്ല. അൺഡിസൈറബിൾ ബിഹേവിയർ മസ്റ്റ് ബി പണിഷ്ഡ് എന്നേ പറയുന്നുള്ളൂ. അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത സ്വഭാവങ്ങൾ, അനുപേക്ഷണീയമല്ലാത്ത സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ അതിന് ഒരു ശിക്ഷ കൊടുക്കണം. അത് ഏത് സ്വഭാവത്തെ ശിക്ഷിക്കണം, അതാണ് ഇവിടെ കിടക്കുന്നത്. അൺഡിസൈറബിൾ ബിഹേവിയർ മസ്റ്റ് ബി പണിഷ്ഡ്, അല്ലാതെ കുട്ടിയെ ശിക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ല. ചിൽഡ്രൻ ഷുഡ് ബി ബീറ്റൺ വിത്ത് റോഡ്സ് എന്നല്ല അതിന്റെ അർത്ഥം. ആ സ്വഭാവത്തെ ശിക്ഷിക്കണം. മുമ്പേ ഞാനത് പറഞ്ഞു തന്നതാണല്ലോ, കുട്ടിയെ അല്ല പണിഷ് ചെയ്യേണ്ടത്, ആ കുട്ടി കാണിച്ച സ്വഭാവത്തെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്വഭാവത്തെ മാത്രം തെറ്റാണെന്ന് പറയുകയും ആ കുട്ടിയെ ഒരിക്കലും തെറ്റെന്ന് നമ്മൾ ലേബൽ ചെയ്യാതിരിക്കുകയും ചെയ്യുക. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഒരു അധ്യാപകന് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കറക്റ്റ് സമയത്ത് നമുക്ക് നിർത്താൻ പറ്റി, ഒരുപാട് സന്തോഷം. കൺസ്ട്രക്റ്റീവ് പണിഷ്മെന്റ്, വെരി ഗുഡ് ശാലിൻ, ഡോക്ടർ ശാലിനി, വളരെ കറക്റ്റ് ആണത്. കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് പണിഷ്മെന്റ്, അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് വിളിച്ചു. പോസിറ്റീവ് പണിഷ്മെന്റ്. നെഗറ്റീവ് ആണ് അഡ്മിസിബിൾ അല്ലാത്തത്. കൺസ്ട്രക്റ്റീവ് ഫോം, മോൻ അങ്ങനെ ചെയ്യല്ലേ, മക്കൾ അങ്ങനെ ചെയ്യല്ലേ, എൻ്റെ ദീപ, രശ്മി, നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ അല്ല അവിടെ പണിഷ് ചെയ്തത്. നിങ്ങളുടെ ആ എനിക്കിഷ്ടപ്പെടാത്ത ചില പ്രവർത്തനങ്ങൾ, ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു പെരുമാറ്റം, ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വാക്ക്, അതിനെയാണ് ഞാനൊന്ന് പണിഷ് ചെയ്തത്. അതുകൊണ്ട് പണിഷ്മെന്റ് എന്നതിന് ഒരു റീഡെഫിനിഷൻ നമ്മൾ പണിഷ്മെന്റ് the term punishment should be redefined by the teacher. ടീച്ചർ അതിനെ റീഡിഫൈൻ ചെയ്യണം.
ഇന്ന് വടി ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് ഇന്ന് പണിഷ്മെന്റ് ഒന്നും ഇല്ല എന്നൊന്നും പറയാൻ പാടില്ല. നമ്മളൊരു കുട്ടിയെ അവനെ ഇൻസൾട്ട് ചെയ്യുന്നത് മാനസികമായ പണിഷ്മെന്റ് ആണ്. 2 അടി കൊടുക്കുന്നത് എത്രയോ നല്ലതാണ് എന്നവൻ വിചാരിക്കും. ടീച്ചർ എന്നെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു, ടീച്ചർ എന്നെ അത്രയും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു എന്ന് കുട്ടികൾ എത്ര വിഷമത്തോടെ പറയുന്ന സംഭവങ്ങൾ ഇന്നും ഒരുപാടുണ്ട്. അതൊക്കെ എത്രയോ നെഗറ്റീവായിട്ടുള്ള പണിഷ്മെന്റ്സ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. സോ പണിഷ്മെന്റ്സ് ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. എന്ന് പറഞ്ഞാൽ ആ പണിഷ്മെന്റ് കൊണ്ട് അവന്റെ സ്വഭാവം കറക്റ്റ് ചെയ്യാൻ സഹായിക്കണം. മേലിൽ അത് ആവർത്തിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പണിഷ്മെന്റിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ വളരെ സന്തോഷം. നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്, നാളെയും കൂടെ കണ്ടിന്യൂസ് ഉണ്ട്. പിന്നീടാണ് നമ്മുടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതിനുശേഷം നമുക്ക് അടുത്ത ആഴ്ചയിൽ ക്ലാസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.